വർക്ക് ചെയ്യുമായിരുന്നു അന്ന്. ഇപ്പൊ അവള് പ്രൊജക്ട് മാനേജറായി. ഈക്കോ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ മൾട്ടി ആർക്കിടെക്ചറൽ കമ്പനിയിൽ. പിന്നെ അടുത്ത മോള് ഡെന്റിസ്റ്റ് ആണ്, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഇനി പോരുന്നു. കോവിഡ് എല്ലാം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിന് അവിടെ കൺസ്ട്രക്ഷൻ കമ്പനി ആയിരുന്നു. കമ്പനിയൊക്കെ കംപ്ലീറ്റ് ലോസ് ആയി. ഹസ്ബൻഡ് 36 വർഷം ജോലി ചെയ്ത് യു എയിൽ. പക്ഷേ 36 ഫീൽസ് ഇല്ലാതെയാണ് പുള്ളിക്ക് ഇവിടെ വരേണ്ടി വന്നത്. പിന്നെ ബാക്കി എല്ലാ പൈസ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഓരോ കാര്യത്തിനും പൈസയുടെ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും കാശുണ്ടാക്കി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെയും ഈ ബുദ്ധിമുട്ടുണ്ടെന്ന് ആവശ്യം വന്നല്ലോ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പണം ഉള്ളപ്പോൾ എല്ലാവരും കാണും, പണം ഇല്ലാത്തപ്പോൾ ആരും കാണത്തില്ല. അതും ഞങ്ങൾക്ക് നല്ലതുപോലെ രുചിച്ചറിയാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വെസ്റ്റേജിനെ പറ്റി ഒരു എൻ്റെ നോർമലി ഉള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെസ്സേജ് വരുന്നത് അല്ലെ ലിങ്ക് വരുന്നതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് ചെയ്യുമായിരുന്നു. എന്തുവാ സംഭവം എന്ന് നോക്കാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, എല്ലാം കാണാനും അല്ലെ എന്തുവാന്ന് അറിയാനൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ ഒരു പ്രാവശ്യം വന്ന ഒരു ലിങ്ക് ഞാൻ തുറന്നു നോക്കിയതാണ്. അത് എൻ്റെ ഇപ്പോഴത്തെ അപ്ലൈൻ ആയിട്ടുള്ള ഭീമാ മാം അയച്ച ഒരു ലിങ്ക് ആയിരുന്നു. അത് അയച്ചു, ഞാൻ അതിന് റിപ്ലൈ അയച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വെസ്റ്റേജിലോട്ട് വരുന്നത്. അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഏതായാലും കാശിൻ്റെ ചിലവൊന്നും ഇല്ലല്ലോ, അപ്പം നമുക്ക് കാശ് നഷ്ടപ്പെടത്തില്ലല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ഓർത്ത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെയും റെഗുലറായിട്ട് ഒരു മാസം പോലും മിസ്സാവാതെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മേടിക്കാനെ കൊണ്ട് സാധിച്ചു. അങ്ങനെ ഇത് ജോയിൻ ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തത്. അപ്പം പിന്നെ ഇതിൽ നിന്ന് വിട്ടുപോകേണ്ടുന്ന കാര്യമേ ഇല്ല. കാരണം ഇവിടെ പ്രോസ്റ്റോ കെയർ ഉണ്ടോ എന്ന് ഞാൻ അറിഞ്ഞു. ഞാനിങ്ങനെ അന്വേഷിച്ചപ്പം പ്രോസ്റ്റോ കെയർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഓൾറെഡി സർജറി എല്ലാം അമൃത ഹോസ്പിറ്റലിൽ പോയി ചെയ്തു. എങ്കിലും പുള്ളി ഈ മെഡിക്കൽ സൈഡ് ഇല്ലാത്തതുകൊണ്ട് ഹസ്ബൻഡിന് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ ഇങ്ങനെ കൊണ്ടുപോകായിരുന്നു. അങ്ങനെ പ്രോസ്റ്റോ കെയർ മേടിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഇത് കഴിച്ചാൽ എന്തോന്ന് പോലും എനിക്ക് വാസ്തവം പറഞ്ഞാൽ അറിയത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞു ഇത് കഴിച്ചോ, ഇത് റെഗുലറായിട്ട് ഒരു ദിവസം പോലും വിടാതെ കഴിച്ചോ, അന്നേരം ഇനി ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞു. ദൈവം കൃപ ചെയ്ത് ഇപ്പം 1 വർഷം 1 മാസമായി ഇതുവരെയും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാ 3 മാസവും ചെക്കപ്പിന് വന്നിട്ട് എല്ലാം നോർമലാണ്. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവം വെസ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം പ്രോസ്റ്റോ കെയറിൻ്റെയും ദൈവത്തിൻ്റെ കൃപയും പ്രോസ്റ്റോ കെയറിൻ്റെ കരുണയും ഭീമാ മാമിൻ്റെ ലിങ്കും കൂടെ അങ്ങ് മിക്സായി ഞങ്ങൾക്കത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അങ്ങനെ ഭീമാ മാം ഇതിന് എന്നെ ഒന്ന് ബ്രോൺസ് ആക്കാൻ വേണ്ടിയിട്ട് ഭീമാ മാം കുറേ കഷ്ടപ്പെട്ടു. ഞാൻ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ടോ, ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നവരാരും അറിയുന്നവരാണെങ്കിൽ അവർ പറയും നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം എന്താ. നമ്മൾ പല മീറ്റിങ്ങുകളിലും കേട്ടിട്ടുണ്ട് എല്ലാവരും നിരുത്സാഹപ്പെടുത്തുകയുള്ളൂ. അതുപോലെ തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം എന്നാ, ഇത് വേറെ പണിയൊന്നും ഇല്ലേ, അങ്ങനെ പല രീതിയിലും നിരുത്സാഹപ്പെടുത്തും. നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ ദൈവത്തിന് നമുക്കേ അറിയത്തുള്ളൂ. പക്ഷെ അവരുടെ കാഴ്ചപ്പാടിൽ ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ മനുഷ്യർക്ക് എന്ത് വേണേലും പറയാലോ, നമ്മുടെ കാര്യം നമ്മൾ നോക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഇതിൽ പിടിച്ചു നിന്നു. പിന്നെ ഭീമാ മാമിന്റെ കംപ്ലീറ്റ് സപ്പോർട്ടോടു കൂടിയാണ് ഇപ്പം ഞാൻ ബ്രോൺസ് ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്ത്. അതിലെനിക്ക് സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. അത് പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എങ്കിലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ ഈ പത്തനംതിട്ട തിരുവല്ല ഈ സൈഡിലുള്ള ആൾക്കാർ എത്രമാത്രം വെസ്റ്റേജിനെ കൈക്കൊള്ളുന്നു എന്നുള്ളത് വളരെ സംശയത്തോട് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കണ്ടപ്പം ഇത് മലപ്പുറം, കാസർഗോഡ്, പാലക്കാട്, കോഴിക്കോട് പ്രദേശത്തുള്ള എല്ലാവരും ഇത് അത് ഏറ്റുവാങ്ങുന്നുണ്ട്. ഈ വെസ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിനെ അഭിമാനപൂർവ്വം ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എനിക്കറിയത്തില്ല, എല്ലാവർക്കും അതൊരു അതിന്റെ ആവശ്യമില്ലെന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മൾ മനുഷ്യരെ കൂടുതൽ കോണ്ടാക്ട് ചെയ്യുന്നു. ഞങ്ങള് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞ് ഇന്നതിനാ പോയത്, അന്ന് സൺഡേ ആയിരുന്നല്ലോ, സൺഡേ പള്ളിയിൽ കാണാഞ്ഞിട്ട് എല്ലാവരും അന്വേഷിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയാ ബ്രോൺസ് ആയിട്ട് ക്വാളിഫൈ ചെയ്ത്. അങ്ങനെ കുറെ പേര് അറിഞ്ഞു വെസ്റ്റേജിനെ പറ്റി. ഇപ്പം
ഓരോരുത്തരൊക്കെ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, എന്തുമാത്രം സക്സസ്ഫുൾ ആവുമെന്നുള്ള അറിയത്തില്ല. ഓരോരുത്തർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക, എല്ലാവരും വരുമെന്നുള്ള പ്രതീക്ഷയില്. അപ്പം ഭീമ മാമിന്റെ ഹാർഡ് വർക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭീമ മാമിനെ വിളിക്കണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം അപ്പോയിന്റ്മെന്റ് അനുസരിച്ച് ഇങ്ങനെ വിളിക്കാനിരിക്കുവാണ്. ദൈവമായിട്ട് ഞങ്ങൾ തന്ന ഒരു സാഹചര്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി നേടിയെടുക്കാൻ സാധിക്കും, സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞപ്പോൾ മക്കൾ പോലും എന്നെ കളിയാക്കുവാണ്. ഞാൻ പറഞ്ഞു, നോക്കിക്കോ, ഞാൻ ലക്ഷറിയസ് കാറുമായിട്ട് നിന്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡ്രീം ആണെങ്കിൽ തന്നെയും ഒരിക്കലും ഡ്രീം വിൽ കം ഇൻ ടു സക്സസ് എന്ന് വിശ്വസിക്കുന്നു. എന്ത് വിശ്വാസമായാലും ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ്. എനിവേ ഹസ്ബൻഡ് ഹാപ്പിയാണ്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഇതാണ് എനിക്ക് വെസ്റ്റേജിനെ പറ്റി പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള, ഞാൻ ഒരു ക്രോണിക് സൈനസൈറ്റിസ് പേഷ്യൻ്റ് ആണ്. ആക്ച്വലി ഞാൻ അത് എനിക്കുള്ള ട്രീറ്റ്മെന്റിനോ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല. പക്ഷെ അവിടെ പോയി 100 BV സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ മേടിക്കണം. ഞാൻ വെസ്റ്റേജ് കുറ്റൂരുള്ള ഷോപ്പിൽ പോയി അച്ഛനുമായിട്ട് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം ഓരോന്നോരോന്ന് ചെക്ക് ചെയ്തിട്ടേ ഞാൻ എടുക്കത്തുള്ളായിരുന്നു. നമുക്ക് ആവശ്യമുള്ള എന്തുവാണെന്ന് നോക്കി. അങ്ങനെ നോക്കി ചെന്നപ്പോഴാണ് പിന്നെ തുളസി ഡ്രോപ്സിനെ പറ്റിയും ആംലയെ പറ്റിയും കണ്ട്. എനിവേ ഞാനത് അന്ന് മുതൽ ഞാനും കണ്ടിന്യൂസ് അത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം, ഒരു ജലദോഷം പിടിച്ച സൗണ്ടാണ് അത്. ഇതെൻ്റെ നോർമൽ സൗണ്ട് അല്ല. ഇതെനിക്കൊരു 4-5 വർഷം കൊണ്ടുള്ള സൗണ്ടാണ് ഇങ്ങനെ ജലദോഷം പിടിച്ച്. അതങ്ങോട്ട് കംപ്ലീറ്റ് മാറുന്നില്ല. എങ്കിലും നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഇതുവരെയും ജലദോഷം വന്നിട്ടില്ല. സൗണ്ട് ഇങ്ങനെയാണെങ്കിൽ തന്നെ ജലദോഷം വന്നിട്ടില്ല. മറ്റേത് ജോലിക്ക് പോകുമ്പോഴൊക്കെ ഒരു മാസത്തിൽ 20 ദിവസവും എനിക്ക് സൗണ്ട് കാണത്തില്ലായിരുന്നു ജലദോഷം വന്നിട്ട്. അങ്ങനെ ഞാനൊരു 35 വർഷത്തോളം സഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിൽ നിന്നും ഒരു 70% റിലീഫ് കിട്ടിയിട്ടുണ്ട്. അതും വെസ്റ്റേജിന്റെ പ്രോഡക്റ്റ് തന്നെയാണ്. അതിൽ എനിക്ക് അഭിമാനമുണ്ട് പറയുന്നതിന്. പിന്നെ മറ്റു സാധനങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം വെസ്റ്റേജിലോട്ട് അങ്ങ് ഷോപ്പ് തന്നെ അങ്ങ് ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് റെഗുലറായിട്ട് പിടിച്ചിരിക്കാൻ പറ്റിയത്. എല്ലാം ദൈവത്തിന്റെ ഒരു കൃപയും കരുണയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. ഷാജി സാറ് ആദ്യമേ തന്നെ നല്ല സപ്പോർട്ട് തന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്കുള്ള എന്നും ഞാൻ ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഞാൻ കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യായിരുന്നു. ഒന്നീ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. എന്തെങ്കിലും കാരണങ്ങളാൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ വന്നിട്ടില്ല. വളരെ ചുരുക്കം 1-2 മീറ്റിങ്ങും അല്ലേ ഞാൻ ചേർന്ന അന്ന് മുതൽ ഇന്ന് വരെ മിസ്സായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്യും. നമ്മൾ പറഞ്ഞാലും ഇല്ലേലും കേൾക്കുക. പിന്നെ നമ്മൾ ഹൃദയം കൊണ്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ദൈവം നമ്മൾ അധ്വാനിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രോൺസ് വരെ എത്താൻ പറ്റിയത്. അതിന് എല്ലാവർക്കും ദൈവത്തോടും എല്ലാവരോടും നന്ദി പറയുന്നു. തുടർന്ന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാറമ്മ ചേച്ചി. വളരെ നല്ല രീതിയിൽ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. പ്രൊഡക്റ്റ് ഉപയോഗിച്ചുള്ള റിസൾട്ടും നമ്മൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അറിയാം, ചേച്ചി ഗവൺമെൻറ് ജോലി കഴിഞ്ഞ് നാട്ടിൽ സെറ്റിലായ ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് മാഡം ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് വിളിക്കാം. അടുത്ത ഇൻവൈറ്റ് ചെയ്യുന്നത് രേഖ മാഡത്തെയാണ്. രേഖ ചേച്ചി എല്ലാവർക്കും അറിയാം, കോട്ടയം ജില്ല. അതുപോലെ അവർ ബാംഗ്ലൂരാണെന്ന് വെച്ചാൽ ബാംഗ്ലൂരുണ്ട്, ലക്നൗ ആണെന്ന് വെച്ചാൽ ലക്നൗവിലുണ്ട്. ഇന്ത്യ മുഴുവനുള്ളൊരു ലീഡറാണ്. ഓക്കെ, ഈ മാസം ബ്രോൺ സെലക്ടർ ആയിട്ടുണ്ട്. ഏത് ഭാഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത് അറിയില്ല, എങ്കിലും ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ റിക്വസ്റ്റ് ചെയ്യാണ്. വെൽക്കം രേഖ ചേച്ചി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് സാർ. എന്നെ നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്തിട്ടുണ്ട്. ഞാൻ മലയാളത്തിൽ തന്നെയാണ് സാറെ സംസാരിക്കുന്നത്. ഞാൻ വേറെ ലാംഗ്വേജിൽ സംസാരിക്കില്ല ഇവിടെ. ഞാൻ ഇപ്പോൾ കോട്ടയത്ത് നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. എൻ്റെ പേര് രേഖ ശർമ്മ. എല്ലാവർക്കും തന്നെ അറിയാം എന്നെ. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നത്
എൻ്റെ കാലൊടിഞ്ഞ് കിടക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ചേച്ചിയെ അവിടെ എൻ്റെ അപ്ലൈനാണ് എൻ്റെ ചേച്ചി എനിക്കൊരു ലിങ്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു സൂം ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഇതിൽ കയറുന്നു പറഞ്ഞു. ഞാൻ ഓർത്ത് എൻ്റെ ചേച്ചി എപ്പോഴും ഇങ്ങനെ പ്രെയർ ഒക്കെ ഒത്തിരി ചെയ്യുന്ന ഒരാളല്ലേ, അപ്പം ഞാൻ കിടപ്പാണല്ലോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ കയറിയിരിക്കാം, പ്രെയർ അല്ലേ കൂടിയിരിക്കുക എന്നുള്ള ഇതിൽ ഞാൻ സൂമിൽ കയറിയപ്പോൾ ഷാജ് സാറിന്റെ പ്ലാൻ പ്രസന്റേഷൻ ആണ് ഞാൻ കേൾക്കുന്നത്. ഒരു 10 മിനിറ്റ് ഒരു കഷ്ടിച്ച് ഒരു 10 മിനിറ്റ് അന്നേരം ഞാൻ കേട്ടിട്ട് ഞാൻ അപ്പൊ തന്നെ ഇറങ്ങിപ്പോയി. ഇതിൽ നിന്ന് എക്സിറ്റ് അടിച്ചു. അത് കഴിഞ്ഞ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ ചേച്ചിന്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാ എക്സിറ്റ് ആയിട്ട് പോയെ? ഞാൻ പറഞ്ഞു, ചേച്ചി ഇതൊന്നും ചുമ്മാ ഇതൊന്നും ഇത് ഉള്ളതല്ല, വെറും തട്ടിപ്പാണ്, ചേച്ചിയും കയറണ്ടാട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസത്തേക്ക് പിന്നെ ഒരു അനക്കമില്ല. പിന്നെ 3-ാമത്തെ ദിവസം തന്നെ പിന്നെ ലിങ്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് കയറിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ കയറി. അപ്പൊ മമ്മി പറഞ്ഞു വെറുതെ കിടപ്പല്ലേ, നീ കയറിയിരുന്ന് കേട്ടോണ്ടിരിക്കും, നിനക്ക് എന്താ പോകുന്നേ? ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ കയറിയിരുന്ന് കേട്ടു. പിന്നെ അപ്പോൾ ഉണ്ട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു, ഒരു രേഖാ ശർമ്മ ഉണ്ടല്ലോ, ഹിന്ദിക്കാരെങ്ങനെ ഇതില് വന്നേ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഹിന്ദിക്കാരി അല്ല, ഞാൻ മലയാളി തന്നെയാണ്, പേര് കണ്ടിട്ട് ഹിന്ദിക്കാരി എന്ന് വിചാരിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു മിനി സെബാസ്റ്റ്യന്റെ അനിയത്തിയാണ്. പിന്നെ അങ്ങനെ എൻ്റെ ഈ ഇതിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങുന്ന അവിടുന്നാണ്. ആ സമയത്തൊക്കെ ഞാൻ നല്ല ഇതായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്കത് ഓരോ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്ത് ഒത്തിരി എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാല് 2-3 ദിവസം വൊമിറ്റിംഗ് ചെയ്ത് ഞാൻ കിടപ്പാവുന്ന ആ സ്ഥിതിയിലുള്ള മൈഗ്രെയിൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ വെയിലത്തിറങ്ങിയാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇപ്പം ഒത്തിരിയായിട്ട് എനിക്ക് മൈഗ്രെയിൻ ഇല്ല. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ തലവേദന അങ്ങനെ ഒത്തിരിയായിട്ട് വന്നേ ഇല്ല. നല്ല പനി വന്നാൽ പോലും ഇപ്പം തലവേദന അങ്ങനെ ഇല്ല. നല്ല മാറ്റമുണ്ട് സപ്ലിമെന്റ് കഴിച്ചിട്ട്. എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, നല്ല ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതില്. പിന്നെ പതിയെ എനിക്ക് എൻ്റെ 2 മക്കളാണ് എനിക്കുള്ളത്. ഒരു മോൻ എയർഫോഴ്സിലാണ്, അവന്റെ അടുത്ത് പോകണം. ചിലപ്പോൾ മോള് കർണാടകത്തിലാണ്, അവരുടെ അടുത്ത് പോകണം. അവർ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഈ യാത്രയിൽ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റാതെ പോകുന്നു. അങ്ങനെ 2-3 മാസത്തേക്ക് വർക്ക് ഒട്ടും ചെയ്തിട്ടില്ല. അപ്പൊ ആരുമായിട്ട് ഒരു അപ്ലൈനുമായിട്ട് എനിക്ക് കണക്റ്റും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജ്യോതിഷ് കുമാർ സാറിന്റെ കോള് വരുന്നതും. സാർ എന്നെ അവൻ്റെ അടുത്ത് ചോദിച്ചു, രേഖാ ശർമ്മ എവിടെ പോയി, ഗോക്രോൺ കഴിഞ്ഞ് കാണാനില്ലല്ലോ, എവിടെ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ലക്നൌവിലുണ്ട്. സാറ് ആ ടൈമിൽ ലക്നൌവിൽ വന്നിട്ട് പോയത് ഞാൻ പറഞ്ഞിട്ടില്ല, സാറ് പറഞ്ഞിട്ടില്ല. അങ്ങനെ അത് പറഞ്ഞു നല്ലൊരു അവസരം കയ്യിൽ നിന്ന് പോയി. എങ്കിലും സാറില്ല, എന്നാലും സങ്കടം ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല, പിന്നെങ്കിലും പിടിച്ച് കയറാലോ എന്നുള്ള ഇതില്. പിന്നെയും വരവും പോക്കില് എനിക്ക് വർക്ക് ചെയ്യാനേ പറ്റുന്നില്ല. കാരണം ഒരിടത്ത് ഞാൻ സ്ഥിരമാകുന്നില്ല. എങ്കിലും കിട്ടുന്നവരോടൊക്കെ ഞാൻ പ്ലാൻ പറയുന്നുണ്ട്, പക്ഷെ ആരെയും കയറ്റാനോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കാനോ എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഡൗൺലൈനും എൻ്റെ അനീതിയായിട്ട് ജോമോള് എന്നെ വിളിച്ചിട്ട് പറയും, ചേച്ചി എങ്ങനെയെങ്കിലും ബ്രോൺസ് ഡയറക്ടർ ആവണം, ചേച്ചി ആവാതെ ഞാൻ ആവില്ല. അങ്ങനെ അവൾ എന്നെ കുറെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ പിന്നെ ഭീമ മാഡം, പിന്നെ ഷാജ് സാറ്, മനോജ് സാറ്, പിന്നെ ജ്യോതിഷ് സാറ് എല്ലാവരും എൻ്റെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോറൽ സപ്പോർട്ട് എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട് ഇവരിൽ നിന്നും. അങ്ങനെ ഞാൻ ഏതായാലും തീരുമാനിച്ചിട്ടില്ല, ഇനി ഞാൻ ഏതായാലും ഇതിൽ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ദൈവമായിട്ട് കൊണ്ട് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഞാൻ അത് കളയില്ല. തീർച്ചയായിട്ടും ഞാൻ ഇത് ചെയ്തിട്ട് ഞാൻ നല്ലൊരു ലെവലിൽ എത്തി കാണിക്കണം എന്നുള്ള ഒരു ഇത്, എല്ലാവരുടെയും എൻ്റെ സപ്പോർട്ട് ഉണ്ടല്ലോ, അവരുടെ സപ്പോർട്ടോട് കൂടി തന്നെ ഞാൻ മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ട് ഞാൻ ഏതായാലും ബ്രോൺസ് ഡയറക്ടർ ആയിട്ട് ഞാൻ സ്റ്റേജിൽ കയറിയപ്പോൾ എനിക്ക് എന്തൊരു അഭിമാനം വരുന്ന എനിക്കെന്നെ അറിയില്ല. ആ അഭിമാനം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത്രയ്ക്കും അഭിമാനമായിരുന്നു ആ സ്റ്റേജിൽ. കുറഞ്ഞ ലെവലിലാണെങ്കിൽ പോലും ഇന്ന് എൻ്റെ തുടക്കമാണ്. ഒത്തിരി മുമ്പോട്ട് പോകണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും സഹകരണവും സഹായവും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ അസുഖങ്ങളാണേലും ഒത്തിരി മമ്മിക്ക് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം പ്രായമായതിൻ്റെതായിരിക്കും അതിന്റെ കുറച്ച് ഇതുണ്ടെങ്കിലും ഒത്തിരി മമ്മിക്ക് ഈ സപ്ലിമെന്റ് ഒക്കെ കഴിച്ചിട്ട് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക, എല്ലാവർക്കും നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു രേഖ ചേച്ചി. വളരെ നല്ല രീതിയിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. രേഖ ചേച്ചി ബിസി ആണെങ്കിൽ പോലും, പല സ്ഥലങ്ങളിൽ ബിസി ആണെങ്കിൽ പോലും ബിസിനസ് വിട്ടിട്ടില്ല, വളരെ രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വലിയ ഉയരങ്ങൾ എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ. അടുത്ത അവാർഡ് ഫംഗ്ഷനിൽ ക്രൗൺ ഡയറക്ടറായിട്ട് കാണാം സ്റ്റേജിൽ. ഓക്കെ, അത് സാധിക്കട്ടെ. പിന്നെ അടുത്ത ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന വെസ്റ്റേജ് കമ്പനി പോലും എത്താതെ രാജ്യത്ത് നിന്ന് ഒരാളെയാണ്, സിംഗപ്പൂരിൽ നിന്നാണ്. കാരണം വെസ്റ്റേജ് കമ്പനി പോലും അവിടുത്തെ കാര്യം പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഓർഗനൈസേഷനിൽ അവിടെ ഗോൾഡ് ഡയറക്ടർ ആയിട്ടുണ്ട് സജിനി മാഡം.
അത് മാത്രമല്ല നമ്മുടെ ഓർഗനൈസേഷന് ഒരേ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബ്രോൺസ് ഡയറക്ടർ ആയ വ്യക്തിയാണ്. 22 ദിവസം കൊണ്ട് ബ്രോൺസ് ഡയറക്ടറായി 24,000 രൂപ വരുമാനം വാങ്ങിച്ച വ്യക്തിയാണ് സജിനി മാഡം. ഒറ്റ മാസം കൊണ്ട് ഇന്നിപ്പം ഗോൾഡ് ഡയറക്ടറായിട്ട് 2 ഫാമിലിയിലേക്ക് വരുമാനം എത്തിച്ചുകൊണ്ട് ഗോൾഡ് ഡയറക്ടറായിരിക്കുന്ന സജിനി മാഡത്തെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം സജിനി മാഡം. Hi. Thank you, Shari sir, and good morning to all. എന്നെ ഒന്നും കൂടെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സജിനി. ഞാൻ കൊല്ലം സ്വദേശിയാണ്. സിംഗപ്പൂരിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു. സിംഗപ്പൂരുള്ള ഒരുപാട് പ്രോബ്ലംസ് കൊണ്ട് ഞാനൊരു എക്സ്ട്രാ ഇൻകം വേണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ്, ഞാൻ അറിയാതെ തന്നെയാണ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കണക്ട് ആയത്. എന്നെ സ്പോൺസർ ചെയ്തത് നീതു മാം ആണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഗോൾഡ് ഡയറക്ടർ എന്നൊരു പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു ഈ ബിസിനസ്സിൽ. എൻ്റെ ഒരു ടീം എന്ന് പറയുന്ന ഫാദറിൻ്റെ ടീമാണ്. ഫാദറിനെ ബ്രോൺസ് ഡയറക്ടറിലേക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ അതിനുവേണ്ടി ഞാൻ അതിയായി പ്രയത്നിച്ച്, അദ്ദേഹത്തിന് ഒരു ടീമിൽ മെമ്പേഴ്സ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ 3 മക്കളെ പഠിപ്പിച്ച് ഇവിടം വരെ എത്തിച്ച അദ്ദേഹത്തിന് ഈ ഒരു വലിയ സദസ്സിൽ വെച്ച് ഈ ഒരു വലിയ അവാർഡ് ഫംഗ്ഷനിൽ ഒരു അവാർഡ് നേടിക്കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് സാധിച്ചു, അത് നേടാൻ കഴിഞ്ഞു. പിന്നെ ഞാനൊരു ടീം ബിൽഡ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ട് എനിക്ക് ഫോണിൽ ഒരുപാട് നേരം നോക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടുന്ന കണ്ട് ഭീമ മാഡം എനിക്കൊരു സ്പോൺസറെ തന്ന്, സരസ്വതി ചേച്ചി ഫ്രം സിംഗപ്പൂർ. അത് അത്രയും എനർജി ലെവലുള്ള ഒരാളെയാണ് എനിക്ക് കണക്ട് ചെയ്ത് തന്നത്. ഈ ഒരു മാസം തന്നെ കൊണ്ട് 4 പേരെയാണ് സരസ്വതി ചേച്ചിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത്. ആ സരസ്വതി ചേച്ചിയും ആ ടീമും വളരെ ആക്റ്റീവായിട്ടാണ് പ്രയത്നിച്ചത്. ആ സരസ്വതി ചേച്ചിയുടെ ടീം ലോയൽ കസ്റ്റമേഴ്സ് 2 കസ്റ്റമറും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചേച്ചി ഫാസ്റ്റായിട്ട് 8% എത്തിയത്. അപ്പോൾ എനിക്ക് ഒരുപാട് പേരെ ഈ ഒരു ബിസിനസ്സിൽ ഫാസ്റ്റായിട്ട് 8% എത്തിക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാളെ കൂടി എനിക്ക് ബ്രോൺസ് ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു ടീമിന്റെ സപ്പോർട്ട് കൂടിയാണ്. അപ്പം നമ്മളിൽ ഒരു അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു ബേണിംഗ് ഫയർ, നമുക്കൊരു ഇന്റേണൽ ഡിസയർ, സ്ട്രോങ് ഡിസയർ ഉണ്ടെങ്കിൽ, ആ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും പിന്നെ എൻ്റെ ലോയൽ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ടും കൊണ്ട് എനിക്ക് ഈ ഒരു ഡയറക്ടർ ലെവൽ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ 100% പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ കോൺഫിഡൻസോട് കൂടി പ്രോഡക്റ്റിനെ കുറിച്ച് എല്ലാവർക്കും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ താങ്ക് അവർ ഗ്രേറ്റ് ലീഡർ Jyotish Kumar sir, who always gives us energy through his motivational and inspirational speech. And secondly, I thank Manoj sir. നമുക്ക് ഒരു ടീമിന് ഏതൊരു സപ്പോർട്ട് വേണമെങ്കിലും, എവിടെ ഒരു ഹെൽപ്പ് വേണമെങ്കിലും അവിടെ ഓടിയെത്തി നമ്മളെ സഹായിക്കുന്ന മനോജ് സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ആൻഡ് നമുക്ക് എല്ലാവിധ ഗൈഡൻസും സപ്പോർട്ടും തരുന്ന നമ്മുടെ ഷാജി മീത്തൽ സർ, എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഷാജി സർ, അതുപോലെ തന്നെ നമ്മുടെ അപ്ലൈൻ എല്ലാവിധ പ്രോബ്ലംസും നമുക്ക് പറയാൻ പറ്റുന്ന ഭീമ മാഡം, ഇവരെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഈ ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞ. എസ്പെഷ്യലി നമ്മളെ എൻ്റെ ടീം മെമ്പേഴ്സ് ആണ്, അവരുടെ സപ്പോർട്ടും കൂടി ഉണ്ടായിട്ടാണ് എനിക്ക് ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എല്ലാവരുടെ താങ്ക് യു. ഇവിടെയുള്ള വിനോദ് സാറിന്, സുരേഷ് സാറിന്, എൻ്റെ ബീന മാം, സുഷിത മാം, എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. കുറച്ച് നീട്ടുന്നില്ല. താങ്ക് യു ഓൾ ആൻഡ് വിഷ് യു വെൽത്ത്. താങ്ക് യു സജിനി മാഡം. സിംഗപ്പൂരിൽ നിന്നാണ് നമുക്കൊരു ഗോൾഡ് ഡയറക്ടർ വന്നിരിക്കുന്നത്. അതും വളരെ സന്തോഷം. നമുക്ക് നമ്മുടെ ടീമിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ് അല്ലേ. ഓക്കെ, താങ്ക് യു. നമുക്ക് പെട്ടെന്ന് വിളിക്കാം അടുത്ത ഫയർ. നമുക്ക് നമ്മുടെയൊക്കെ ടീമിൻ്റെ അഭിമാനം ഭീമ മാഡം, ക്രൗൺ ഡയറക്ടർ ആയിരിക്കുന്ന ഇതിൽ ഈ ഒരു വെസ്റ്റേജിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പിൻ ലെവലാണ് ക്രൗൺ ഡയറക്ടർ. ഏവരും കൊതിക്കുന്ന ഒരു പിൻ ലെവലാണ് ക്രൗൺ ഡയറക്ടർ. അപ്പോൾ ഞാൻ അധികം സമയം കളയുന്നില്ല. വളരെ ക്ഷമയോടുകൂടിയാണ് ഈ ബിസിനസ്സിനെ കണ്ടതും. ആദ്യം കുറച്ച് സ്ലോലി പോയി വരാനുള്ള ബുദ്ധിമുട്ടും എല്ലാം സ്ട്രഗിൾ ഓവർകം ചെയ്തുകൊണ്ട് ഈ ബിസിനസ്സിൽ വലിയൊരു പിൻ അച്ചീവ് ചെയ്ത ഭീമ മാഡത്തെ ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം ഭീമ മാഡം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് സാർ. വളരെ നല്ല രീതിയിൽ തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തു. എന്നെല്ലാവർക്കും അറിയാം, എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഭീമ എന്നാണ്. കൊല്ലം ജില്ലയിൽ ചടയമംഗലത്ത് നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ആയിട്ട് 3.5 വർഷത്തോളമായി. ആദ്യമായിട്ട് ഞാൻ ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഒരു ക്രൗൺ ഡയറക്ടർ പിള്ളേരിൽ എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. അത് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത് ജഗദീശ്വരനോടാണ്. കാരണം ഈ ഒരു അവസരം, ദൈവികമായ ഒരു അവസരം എന്നിലേക്ക് എത്തിച്ചേർത്തത് ദൈവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു എക്സ്ട്രാ ഇൻകം നോക്കിയത്.
അപ്പോ ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഇത് 10,000 അല്ല, നമുക്കൊരു മനുഷ്യൻ എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം ഒരു വൻ കടലാണ്. നമുക്ക് അവിടുന്ന് ആവശ്യം പോലെ എന്തൊക്കെ വേണമെങ്കിലും വാരിയെടുക്കാൻ പറ്റുന്ന ഒരു വൻ കടലാണ് എന്റെ മുന്നിലേക്ക് ദൈവം തന്നത് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നെ ഈ ലെവൽ വരെ എത്തിച്ച എന്റെ അപ്ലൈൻ മെന്ററായ ഷാജി സാർ എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം അത്രയ്ക്കും ഞാനൊരു പൊടി കുഞ്ഞിനെയും കൊണ്ട്, ഒരു 10 മാസം ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് ഈ ഒരു അവസരത്തിലേക്ക് വന്നത്. അപ്പൊ എന്നെ ഇത്രത്തോളം വളരാൻ സഹായിച്ചതും എനിക്ക് വേണ്ടി പ്രയത്നിച്ചതും സാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ സിന്ധു മേഡം, അതുപോലെ മനോജ് സാറ്, എല്ലാവിധ സപ്പോർട്ടും മനോജ് സാർ എനിക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ അപ്ലൈനായ സുരേഷ് സാറ്, അശ്വിനി മേഡം, അതുപോലെ ഈ ഒരു അവസരം എനിക്ക് കാണിച്ചു തന്ന ഷംന മേഡം, അതുപോലെ എന്റെ എല്ലാം എന്റെ ടീം അംഗങ്ങൾ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഒരു എനിക്ക് കിട്ടിയ ഈ ഒരു പിന്നിൽ ഞാൻ അവർക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷന് വേണ്ടി സമർപ്പിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇവരുടെ എല്ലാവരുടെയും പിന്തുണയില്ലെങ്കിൽ ഒരിക്കലും, കാരണം അടുക്കളയിൽ മാത്രം ഒതുങ്ങി കഴിഞ്ഞിരുന്ന ഞാൻ ഇന്ന് ഈ നല്ലൊരു ലീഡർ പദവിയിലോട്ട് എത്താനും ഇന്ന് എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയതും ഈ ഒരു ഓർഗനൈസേഷനിൽ വന്ന് പെട്ടത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ഞാൻ എല്ലാവരോടും കൃതജ്ഞത അറിയിക്കുന്നതിന് വേണ്ടി, എല്ലാവരോടും നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ വിനിയോഗിക്കുന്നു. എന്റെ നന്ദി എല്ലാവരും സ്വീകരിക്കണം. കാരണം അത്രയ്ക്കും എനിക്ക് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത, എനിക്ക് വേണ്ടി ഒരുപാട് എന്താ പറയാ എല്ലാവിധ ഹെൽപ്പും സപ്പോർട്ടും ചെയ്തു തന്ന ഓർഗനൈസേഷനാണ് നമ്മുടെ ഷാജി സാറിന്റെ ഈ ഒരു ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ വിനോദ് സാറും ഒരുപാട് സപ്പോർട്ട് എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, സാർ പറഞ്ഞു ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തി. ഞാൻ 3.5 വർഷം കൊണ്ട് നേടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ നേടാൻ സാധിക്കുന്ന ഒരു വലിയൊരു അവസരമാണ്. ഞാനൊരു പൊടി കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ലിമിറ്റേഷനിൽ നിന്ന് മാത്രമാണ് ഞാൻ ഇതിൽ വർക്ക് ചെയ്തത്. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരം എന്താണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി നമ്മൾക്ക് പ്രയത്നിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. കാരണം ഒരുപാട് പ്രൂവ് ചെയ്ത ആൾക്കാരെ നമുക്ക് ഇതിൽ നേരിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ് നമ്മുടെ ഈ ഒരു വെസ്റ്റീജിൽ നമുക്ക് ഓരോ ഫംഗ്ഷൻസ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നിരിക്കുന്ന മേഖല എന്താണെന്ന് തിരിച്ചറിയാം. വന്നിരിക്കുന്ന മേഖല 100% കമ്മിറ്റ്മെന്റോടുകൂടി സത്യസന്ധമായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ പ്രൊഫഷനായിട്ട് ഏറ്റെടുത്ത് നമ്മുടെ ലൈഫായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. കമ്മിറ്റ്മെന്റ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ വന്നിരിക്കുന്ന മേഖല എന്താണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 100% സത്യസന്ധതയോടുകൂടി ഇതിനെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിൽ നമുക്കറിയാം നമ്മുടെ കമ്പനിയുടെ നട്ടെല്ല് പ്രൊഡക്റ്റുകളാണ്. അപ്പൊ 100% നമ്മൾ ഇതിലെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമറായിട്ട് മാറുക എന്നുള്ളതാണ്. ഈ ഒരു അവസരം നമുക്ക് ഡെയിലി ഒരു 10 പേരിലേക്കും ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കമ്മിറ്റ്മെന്റോട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ മസ്റ്റായിട്ടും നമ്മളെ കൊണ്ടുവന്ന വ്യക്തിയുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അതുപോലെ തന്നെ മീറ്റിംഗ്സും ഫംഗ്ഷൻസും റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുക, ഒരു കാരണവശാലും മിസ്സാകാതിരിക്കുക. ഇത് നമ്മുടെ ലൈഫിലോട്ട് ഏറ്റെടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. കാരണം ഒരുപാട് ആൾക്കാരെ ഞാൻ ഈ ഒരു പ്ലാൻ കാണിച്ചതാണ്. അപ്പൊ പലരും എന്നെ റിജക്ട് ചെയ്തു പോയിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഇന്ന് നമ്മൾ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പൊ സാറാമ്മ ചേച്ചി തന്നെ പറഞ്ഞു ഞാൻ ഒരുപാട് വെല്ലുവിളിച്ച് അവർ ഇതിനെ നോക്കി കാണുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ അതൊരു നെഗറ്റീവാണ്. 100% നമ്മൾ വിശ്വാസതയോടുകൂടി നമ്മൾ അവരെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാക്കുകളിൽ ഇതിൽ എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മളോടൊപ്പം വരുന്നുണ്ടായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ഇത് ലൈഫായിട്ട് ഏറ്റെടുക്കുന്നുണ്ടായിരിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം അവരെ നമ്മളിത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവരെ മീറ്റിംഗ്സിലോട്ടും ഫംഗ്ഷൻസിലോട്ടും അവരെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് 100% സത്യസന്ധമായിട്ട് കമ്മിറ്റ്മെന്റോടെ നമ്മളോട് നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടീമിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടും ഗൈഡൻസും നൽകിക്കൊണ്ട് കെയർ ചെയ്തുകൊണ്ട് നമ്മളെ കൂടെ വരുന്നവരല്ല, നമ്മളെ മക്കളെ പോലെ തന്നെ അവിടെ പ്രായഭേദമന്യോ അതല്ലെങ്കിൽ എന്താ പറയാ അവര് നമ്മളെക്കാൾ ചിലപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന കെയറിങ് ചെയ്തു കൊടുക്കുക. എങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ടായിരിക്കും. കാരണം അങ്ങനെ ഞാൻ നിന്നത് കൊണ്ടാണ് എനിക്ക് ഇന്ന് വലിയൊരു ഫാമിലിയെ തന്നെ എനിക്ക് ലഭിക്കാനും അവരുടെ സ്നേഹാദരം എനിക്ക് നേടിയെടുക്കാനും സാധിച്ചത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഏതൊരാൾക്കും അത് സാധിക്കുന്നുണ്ടായിരിക്കാം. കാരണം നമുക്കറിയാം നമുക്ക് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല, അല്ലെ? ഒരു സിനിമയാണെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷെ ജീവിതമാണെങ്കിൽ ഒരിക്കലും അത് സാധിക്കില്ല. കാരണം നമുക്കറിയാം ഈ ട്രെയിൻ പോകുന്നത് എങ്ങനെയാണ്, 2 റെയിൽവേ പാളത്തിനിടയിൽ കൂടെ കുതിച്ചു പോകുന്നുണ്ടായിരിക്കും. ഒരിക്കലും നമ്മുടെ ജീവിതം അങ്ങനെ പോകാനായിട്ട് സാധിക്കില്ല. ഒരു അരുവി പോലെ പല തടസ്സങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ തടസ്സങ്ങളൊക്കെ വകഞ്ഞു മാറ്റി അത് നേരെ ഒഴുകിയാൽ മാത്രമേ
അവ എന്ത് വലിയ മഹാസമുദ്രത്തിൽ ചെന്ന് അവയ്ക്ക് തിരമാലകളെ ആഞ്ഞടിക്കാനായിട്ട് സാധിക്കും. ഇവിടെയും അങ്ങനെ തന്നെയാണ്, നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ഒരുപാട് സ്ട്രഗിൾ നിറഞ്ഞാണ്. ആ സ്ട്രഗിളിനെല്ലാം അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്കും വലിയ വലിയ തിരമാലകളെ ആഞ്ഞടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോ തീർച്ചയായിട്ടും കയ്യിൽ കിട്ടിയ ഒരു അവസരം അത്രയ്ക്കും മഹനീയമായ, അത്രയ്ക്കും മേന്മയുള്ള ഒരു അവസരമാണ്. അത് മനസ്സിലാക്കുക, അത് തിരിച്ചറിയുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇതിനെ ലൈഫായിട്ട് ഏറ്റെടുക്കുക. കാരണം നമ്മളുടെ ഒരുപാട് ഫാമിലിയിലേക്ക് വെളിച്ചം പകരാനായിരിക്കും ഈ ഒരു അവസരം ദൈവം നമ്മളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു അവസരം നമ്മൾ വിനിയോഗിച്ചുകൊണ്ട് മറ്റുള്ള ഫാമിലിയിലേക്ക് നമുക്ക് വെളിച്ചം വീശി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പക്കൽ ഇതിൽ നിന്ന് വേറെ ഒന്നും ലഭിക്കാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ദൈവം ധന്യമാക്കി നൽകുന്നുണ്ടായിരിക്കും. ഒരു കഥ ഞാൻ പറയാം. നമ്മളെല്ലാവരും എന്താ പറയാ, വെല്ലുവിളികൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അതിനെ സംബന്ധിച്ച് ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. കാരണം ഒരു മുത്തച്ഛൻ ഒരു 2 ചെടികൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നപ്പോ പേരക്കുട്ടിയോട് പറഞ്ഞു, നമുക്ക് ഇത് ഒരെണ്ണം അകത്ത് വെക്കാം, ഒരെണ്ണം പുറത്ത് വെക്കാം എന്ന് പറഞ്ഞു. അകത്താകുമ്പോൾ മഴയും വെയിലും ഒന്നും കൊള്ളാതെ സുരക്ഷിതമായിട്ട് ഒരു ചെടിച്ചട്ടിയിൽ വെക്കാം. പുറത്താണെങ്കിലോ നമുക്ക് പുറത്ത് നടുവാണെങ്കിൽ അത് മഴയും വെയിലും ഒക്കെ കൊണ്ടായിരിക്കും അത് വളരുന്നുണ്ടാവുക. അപ്പൊ കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോ കുഞ്ഞിനോട് മുത്തശ്ശൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇതിൽ ഏത് ചെടിയായിരിക്കും നീ ഒന്ന് എക്സ്പെക്ട് ചെയ്യോ, ഏത് ചെടിയായിരിക്കും നല്ല രീതിയിൽ തഴച്ചു വളരുന്നുണ്ടാവുക? അപ്പൊ കുഞ്ഞു പറഞ്ഞ മറുപടി അകത്തിരിക്കുന്ന ചെടിയായിരിക്കും. കാരണം അവിടെ അതിന് യാതൊരുവിധ പ്രതിസന്ധികളെയും അത് അതിജീവിക്കുന്നില്ല. കാരണം മഴയോ വെയിലോ ഒന്നും തന്നെ തട്ടുന്നില്ല, സുരക്ഷിതമായിട്ടാണ് അവ വളരുന്നത്. അതുകൊണ്ട് തന്നെ അതായിരിക്കും നല്ല പുഷ്ടിയിൽ വളരുന്നുണ്ടാവുക എന്നാണ് കുഞ്ഞ് അവിടെ മുത്തശ്ശനോട് പറഞ്ഞത്. എന്നാൽ കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അകത്തെ ചെടി അതുപോലെ തന്നെ ഇന്ന് നട്ടതുപോലെ തന്നെ ഇരിക്കുന്നു. പക്ഷെ പുറത്തെ ചെടിയാണെങ്കിലോ അതിനെ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് അത് വളരെ വേഗത്തിൽ വളരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാം, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയർന്നു പോകാനുള്ള ശക്തി ദൈവം നൽകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പരാജയങ്ങൾ വരുമ്പോഴും നിങ്ങൾ ചിന്തിക്കാതെ വിജയത്തിന്റെ മുന്നോടിയാണ്. ആ പരാജയങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കൂ. കാരണം ഇത് പറയാൻ കാരണം ഞാൻ ഇതിൽ ഒരുപാട് പരാജയങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്. എന്നേക്കാൾ മുന്നേ ഒരുപാട് വ്യക്തികൾ ഈ ഒരു അവസരത്തിൽ വന്ന് ഒരുപാട് ലെവൽ അച്ചീവ് ചെയ്തപ്പോൾ ഞാൻ നോക്കി നിന്ന ഒരു വ്യക്തിയാണ്. 2 വർഷമായപ്പോഴാണ് എനിക്ക് ദൈവം ആ ഒരു അവസരം എന്റെ കൈകളിലേക്ക് വെച്ചത്. കാരണം 2 വർഷമായപ്പോഴേക്കാണ് എനിക്കൊരു ബ്രോൺസും സിൽവറും ഒരുമിച്ച് ഒറ്റ മാസത്തിൽ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചത്. അതിനുശേഷം ഞാൻ ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുത്ത് എന്റെ ഈ ഒരു ബിസിനസ്സിന്റെ ഓണർഷിപ്പ് ഞാൻ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം ദൈവം നൽകിയത്. അതിനുശേഷം ഞാൻ എന്റെ ടീമിനെ വാർത്തെടുത്തു. ഇന്ന് അതിനുശേഷം ഗോൾഡായി, സ്റ്റാർ ഡയമണ്ടും ക്രൗണും ഒരുമിച്ച് എനിക്ക് എത്താനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ എന്നെ കേട്ടുകൊണ്ട് ഏതൊരാളും ചിന്തിക്കണം, ഇത്രമാത്രം ദൈവം തന്നത് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ സ്വന്തം ബിസിനസ്സാണ്. അതിന്റെ ഓണർഷിപ്പ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അപ്ലൈനെ ഡെയിലി കണക്ട് ചെയ്ത് നിന്നുകൊണ്ട് 100% കമ്മിറ്റ്മെന്റോടെ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഏതൊരാൾക്കും വിജയിക്കാവുന്ന ബെസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ദൈവം നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക. നമുക്ക് വിജയം സുനിശ്ചിതമാണ്. ഒരിക്കലും പിന്തിരിഞ്ഞു പോകാതെ, പേടിച്ചു പോകാതെ, നിങ്ങൾ കിറ്റ് ചെയ്താതെ ധൈര്യമായിട്ട് മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് തന്നെ എന്ന ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും വലിയ വലിയ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ടായിരിക്കും. ഇന്ന് നിങ്ങൾ അറിയപ്പെടാത്ത, നിങ്ങളുടെ നാട്ടിൽ മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്നാൽ നാളെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് സാധിക്കും. ഇപ്പോ രേഖ ചേച്ചി എന്നെ പറഞ്ഞു, അത്രയും പേരുടെ മുന്നിൽ 7000 പേരുടെ മുന്നിൽ നിന്ന് ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അവിടെ നമ്മൾക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഇന്ന് രേഖ ചേച്ചി ബ്രോൺസ് ആയെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ഒരു പില്ല് പോലും അച്ചീവ് ചെയ്യാത്ത ഒരു പ്രോസ്പെക്ട് ആണെങ്കിൽ കൂടി അടുത്ത അവാർഡ് ഫംഗ്ഷന് ഒരു ക്രൗണോ ഒരു UCD ആയി സ്റ്റേജിൽ കയറാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്കാണ് നമ്മൾ വന്നിരുന്നത്. ഇവിടെ നമ്മൾ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എല്ലാവരും ഇവിടെ ഈക്വൽ ആണ്. അപ്പൊ ആ ഒരു ഈക്വൽ മൈൻഡ് സെറ്റോടുകൂടി ഇവിടെ മുകളിൽ താഴെ അങ്ങനെയില്ല. ആരാണോ സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നത്, ആരാണോ ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും എത്രത്തോളം വലിയവരാകാനും സാധിക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മാക്സിമം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇനിയും തീരുമാനമെടുക്കാത്ത ആരെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈനെ
അവരെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും എല്ലാവരുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ഒരു അവസരം, ഈ ഒരു സംസാരിക്കാനുള്ള ഈ ഒരു അവസരം എനിക്ക് തന്ന ഷാജി സാറിനും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഗ്രേറ്റ് അപ്ലൈനായ മനോജ് സാറിനും ജ്യോതിഷ് സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ മെമ്പേഴ്സിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ. വിഷ് യു വെൽത്ത്. ബാക്ക് ടു MC ഷാജി സാർ. താങ്ക് യു ഭീമ മാഡം. വളരെ മനോഹരമായിട്ട് ആ നല്ലൊരു കഥയല്ലേ. ആ കഥ ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന തന്നെയാണ്. ഈ സ്ട്രഗിൾ ഉണ്ടാവും, സ്ട്രഗിളിനെ ഓവർകം ചെയ്യുക, നമുക്ക് എല്ലാവരും വിജയിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ വളരെ സ്പീഡായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമ്മളെ വിജയത്തിന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ 2 അപ്ലയൻസ് വന്നിട്ടുണ്ട്. അത് ഞാൻ അടുത്ത ഇൻവൈറ്റ് ചെയ്യുന്ന എൻ്റെ അപ്ലൈനും മെൻറ്ററും കൂടിയായ മനോജ് പാറയൻ സാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാറാണ്, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന സാറാണ്. ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുത്താം. അദ്ദേഹം ദുബായിലായിരുന്നു, വർഷങ്ങളോളം ദുബായിലായിരുന്നു. അബുദാബിയിലെ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലെ മാനുഫാക്ചറിങ് എഞ്ചിനീയറാണ്. നല്ല ശമ്പളം വാങ്ങിക്കുന്ന, നല്ല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി. ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിലിപ്പോൾ വെസ്റ്റ് സീരിയസ് ആയി ചെയ്യുന്നതാണ്. യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറും അവസാനത്തെ വേറെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ഇതുവരെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വന്നിട്ടില്ല. അതാർക്കും തകർക്കാൻ പറ്റാത്തൊരു പിന്നായി മാറ്റി വെച്ചിരിക്കുകയാണ് സാറ്. അപ്പോൾ ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം മനോജ് സാർ. താങ്ക് യു ഷാജി. ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ് സർ, യെസ്. വളരെ മനോഹരമായി എഡിറ്റ് ചെയ്തു ഷാജി. വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് അച്ചീവ് നേടിയ ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിൻ ലെവലിലല്ല ഞാൻ പറഞ്ഞത്. 5% മുതൽ ഗ്രൗണ്ട് ലെവൽ വരെ അച്ചീവ് ചെയ്ത ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെ. അപ്പം എല്ലാവർക്കും എല്ലാ വിജയങ്ങളും തുല്യം തന്നെയാണ്. ഓരോ വിജയവും അത് ആസ്വദിക്കേണ്ടതുമാണ്. വെസ്റ്റേജിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാ പിന്നിലും ഒരേ എന്നാണ്ട് നല്ല രീതിയിൽ നമുക്ക് റെക്കഗ്നേഷൻ കിട്ടുന്നു. വളരെ സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഈ മാസം ക്വാളിഫൈ ചെയ്ത കുറെ ഡയറക്ടേഴ്സും അതേപോലെ തന്നെ ഗോൾഡ് ഡയറക്ടറും ക്രൗൺ ഡയറക്ടറും ഒക്കെ ഉണ്ട് അല്ലെ. ഇവിടെ ഇപ്പം എന്റെ മുന്നേ സംസാരിച്ച സാറാം മാഡം ആയിക്കോട്ടെ, രേഖ ചേച്ചി ആയിക്കോട്ടെ, സജിനി മേഡം ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഭീമ മേഡം ആയിക്കോട്ടെ, അവരൊക്കെ അവരുടെ എക്സ്പീരിയൻസും അവരുടെ ആ ഒരു സന്തോഷങ്ങളൊക്കെ ഇവിടെ പങ്കുവെച്ചു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനും ഇതുപോലെ തന്നെ വെസ്റ്റിൽ വന്ന സമയത്ത് പലപ്പോഴും സംശയിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള കാര്യം. അപ്പം അന്ന് സാധിക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഇന്ന് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആവുകയും എന്ന് പറയേണ്ട ഈ ഒരു ടീമിന്റെ ഒക്കെ മുകളിൽ ഒരു അപ്ലൈനായിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇന്ന് സാധിച്ചിട്ടില്ല. അപ്പം എനിക്കന്ന് സാധിക്കില്ല എന്ന് വിചാരിച്ചത് എനിക്കന്ന് സാധിക്കില്ല എന്ന് വിചാരിച്ചാൽ ഇന്ന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും എന്തും സാധിക്കും. കാരണം എന്നെക്കാൾ കഴിവുള്ള ആൾക്കാർ, നമ്മളെക്കാൾ കഴിവുള്ള ആൾക്കാർ നമ്മുടെ കൂടെ വരുന്നതാണ് ഈ ബിസിനസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഭീമ മേഡം പറഞ്ഞ സ്റ്റോറിയെ കേൾക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറി എനിക്ക് ഭരതേട്ടൻ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. കാരണം ഞാൻ UAE നിൽക്കുന്ന സമയത്ത് എനിക്കൊരു സപ്പോർട്ടൊന്നും ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെയുള്ള നിങ്ങളുടെ ഈ ഒരു ഓർഗനൈസേഷൻ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് വെറും സിൽവർ ഡയറക്ടർ ആയിട്ടാണ് UAE പോകുന്നത്. ആ സിൽവർ ഡയറക്ടറായി നിൽക്കുന്ന സമയത്ത് പല ചാലഞ്ചസും വന്നിട്ടുണ്ടായിരുന്നു. അപ്ലൈന്റെ സപ്പോർട്ട് ഇല്ല, അന്ന് ഇതുപോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇല്ല. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ നാട്ടിൽ വന്ന ഒരു വെക്കേഷനിൽ ഭരതേട്ടനോട് ഞാൻ സംസാരിച്ചിരുന്നു. കുറച്ചു നേരം മെന്ററിങ് ചെയ്യുന്ന സമയത്ത് ഭരതേട്ടനോട് സംസാരിച്ച സമയത്ത് ഭരതേട്ടനോട് ഞാനൊരു കംപ്ലൈന്റ് ആയിട്ട് അല്ലെങ്കിൽ എന്റെ ഒരു വേദന പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറേ, എനിക്ക് ഇപ്പം കേരളത്തിലൊക്കെ ആണെങ്കിൽ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷെ UAE എന്നെ പോലെ ഒരു വ്യക്തിക്ക് ഒരു അപ്ലൈൻ സപ്പോർട്ട് ഇല്ലാതെ ഒരു പുതിയ ടീമിനെ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാന്നുള്ള കാര്യം. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റോറിയാണ് ഇന്ന് ഭീമ മാം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമില്ല, ഒരു ആൽമരത്തിന്റെ ചുവട്ടില് ഒരിക്കലും വേറൊരു ആൽമരം വളരില്ല. മനോജ് എന്ന വ്യക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഞാൻ ജ്യോതി സാറും അതേപോലെ തന്നെ പരൻ സാറും തിരിച്ചറിഞ്ഞു. ആ വ്യക്തിയെ നമ്മൾ മരുഭൂമിയിലേക്ക് പറിച്ചു നടുകയും ചെയ്യുന്നത്. അവിടെ ചാലഞ്ചസ് ഉണ്ടാവും, വെയിലുണ്ടാവും, കാറ്റുണ്ടാവും, മഴയുണ്ടാവും, ചൂട് അവസ്ഥയുണ്ട്, എല്ലാം ഉണ്ടാവും. പക്ഷെ അതിനെ നീ പ്രതിരോധിച്ച് നീ വളർന്നു കഴിഞ്ഞാൽ നീ ഒരു വൻ വൃക്ഷമായി മാറുന്നു. ആ ഒരു സ്റ്റോറി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ റിയൽ ലൈഫാണ്, അറിയാതെ ഭീമ മാം ഒരു സ്റ്റോറിയിൽ കൂടി പറഞ്ഞു. അപ്പൊ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതേ പറയുള്ളൂ. നിങ്ങളുടെ മുന്നിൽ ചാലഞ്ചസും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ പറ്റും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ്. ഭീമ മാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സുരേഷ് സാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷാജി മിത്തൽ ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരു
വളരെ സന്തോഷത്തോടെ അതുകൊണ്ട് യാദൃശ്ചികമായിട്ട് ലീഡർ ആകുകയോ അച്ചീവ് ചെയ്ത വ്യക്തികളല്ല. ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്, ഡൗൺഫോൾ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന സമയത്തും ഓവർ എക്സൈറ്റ്മെന്റ് ഇല്ലാതെ അതിനെ മാനേജ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ലെവലിൽ അച്ചീവ് ചെയ്തത്. അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ അന്ന് ഒറ്റക്കായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇത്രയും നല്ല ലീഡേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ ലീഡേഴ്സിനെ കൂടാതെ മറ്റ് ഒരുപാട് ലീഡേഴ്സ് നിങ്ങൾക്കുണ്ട്. നിങ്ങളെ കൈപിടിച്ചുയർത്താൻ വേണ്ടി നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും അത് അവിടെ പതർച്ച വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു വീഴ്ച വരികയാണെങ്കിൽ അവിടെ കൈത്താങ്ങായിട്ട് നിങ്ങളെ പരിരക്ഷിക്കാൻ ഈ ഓരോ ലീഡേഴ്സും ഇവിടെ നിങ്ങളെ മുന്നിലുണ്ട്. കുറച്ചൊരു തീരുമാനം എടുത്താൽ മാത്രം മതി. ഇന്ന് പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇന്നത്തെ സംബന്ധിച്ചോളം നമ്മളൊക്കെ വരുന്ന സമയത്ത് കല്ലും മുള്ളും ഒക്കെ കടന്നു പോകേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. വെസ്റ്റീജും നല്ല ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഒരുപാട് ക്വാളിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങളെ കൈപിടിച്ച് വന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തികൾ വിജയിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എല്ലാം കലങ്ങി തെളിഞ്ഞ് ഏറ്റവും സുഗമമായ പാതയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെസ്റ്റീജ് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു 2030 $1 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നുള്ളത്. എന്ന് വെച്ചാൽ 8,500 കോടി ടേൺ ഓവറിലേക്ക് വെസ്റ്റീജ് ബിസിനസ് പോകാന്നുള്ളത്. അപ്പൊ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റീജ് 21 കൊല്ലം കണ്ട് നേടിയതിന്റെ എത്രയോ ഇരട്ടിയാണ് ഇനി ഗ്രോ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇന്ന് നിങ്ങൾ ഏത് അവസ്ഥയാണെങ്കിലും എന്താ പറയുക ഒരു 5% നിൽക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ പോലും നല്ലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ വെസ്റ്റീജിന്റെ ഗ്രോത്തിനനുസരിച്ച് നിങ്ങൾക്കും അതിന്റെ കൂടെ പോകാൻ പറ്റും. ഏറ്റവും സുഗമമായ ഇതിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. 2026 തുടക്കം തന്നെ എങ്ങനെയാണെങ്കിൽ ഈ 2026 എൻഡ് എങ്ങനെയായിരിക്കും? കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം ശരിക്കും ബിസിനസ്സിൽ ചെറിയൊരു ഡൗൺഫോൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഇന്ന് നല്ല സുഗമമായ രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ അവാർഡ് ഫംഗ്ഷനിൽ വന്ന സമയത്ത് തന്നെ ഏകദേശം 1000-ഓളം അച്ചീവേഴ്സ് ആണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നടന്നത്. അതിൻ്റെ അകത്തൊരു 50% നടന്നത് കഴിഞ്ഞ 3 മാസങ്ങൾ. അപ്പൊ അത് മാത്രം റിയലൈസ് ചെയ്താൽ മതി. കുറച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങളെ സഹായിക്കാൻ എല്ലാവരും ഉണ്ട്. അപ്ലൈ ലീഡേഴ്സ് എല്ലാവരും ഉണ്ട്. കൂടാതെ നമ്മൾ സിസ്റ്റത്തിന്റെ കുറച്ച് ഭാഗമാകും. സിസ്റ്റത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എവിടെയൊക്കെ ഇപ്പൊ നിങ്ങൾ ഓൺലൈനിലാണ് ഈ പ്ലാറ്റ്ഫോം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ കൂടിയാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. ശരി തന്നെയാണ്, ഓൺലൈനിൽ കൂടെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോത്തും ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫിസിക്കൽ മീറ്റിംഗ് അതിനെ അവോയ്ഡ് ചെയ്യാതിരിക്കുക. കാരണം ഇതിൻ്റെ അകത്ത് വലിയ പിന്നുകൾ അച്ചീവ് ചെയ്യേണ്ടിക്കൽ നമുക്ക് ഫിസിക്കൽ മീറ്റിംഗ് കൂടി വേണം. ഇപ്പൊ ഭീമാ സാബു ആദ്യമൊക്കെ നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് മാത്രമായിരുന്നു അറ്റൻഡ് ചെയ്തത്. അതിനുശേഷം മെല്ലെ ഓരോ ഗ്രോത്ത് സ്റ്റാർ ഡയറക്ടറൊക്കെ ആയ സമയത്ത് ഫിസിക്കൽ മീറ്റിംഗിലേക്ക് വന്ന സമയത്താണ് അവിടെ വലിയ പിന്നുകളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതേപോലെ തന്നെ ഇതില് ഒരിക്കലും എന്താ പറയണ്ടത്, നമ്മള് ഡൗൺലൈൻസിനെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ വിജയിപ്പിക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടെ വിജയിക്കാൻ പോകുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ചെയ്യേണ്ട ഒരു തൊഴിലൊന്നുമല്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു കോഴി, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ വളർത്തി വലുതാക്കുന്നത്, മുട്ട വിരിയിച്ച് അടയിരുന്ന് വളർന്ന് വലുതാക്കി അതിനുശേഷം അതിനെ കൊത്തി അകറ്റുന്നുണ്ട്. അതേപോലെ എപ്പോഴാണോ നിങ്ങൾ ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയാവുന്നത് ആ സമയത്ത് നിങ്ങൾ അപ്ലൈയിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഐ മീൻ ജസ്റ്റ് ഗൈഡ് ലൈൻസ് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ മുന്നോട്ട് പോകേണ്ട സമയത്ത് എന്താണ് ചെയ്യേണ്ടത്. അല്ലാതെ എപ്പോഴും നമ്മുടെ തള്ളക്കോഴിയുടെ കൂടെ തന്നെ കഴിയുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വലിയ വിജയങ്ങൾ എത്തിയാൻ പറ്റില്ല. ബ്രൗൺസ് ഡയറക്ടറോ സിൽവർ ഡയറക്ടറോ ആയി മാറാനേ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഷാജി മിത്തലിനും അതേപോലെ ഭീമക്ക് ശരിക്കും വ്യക്തമായിട്ട് അറിയാം. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് എസ്പെഷ്യലി ഷാജിക്ക് നല്ലോണം അറിയാം. ഞാൻ ഒരു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭീമ ഓൾറെഡി എന്താ പറയേണ്ട പ്രായപൂർത്തിയായ ഒരു മകളായിട്ട് നമുക്ക് ആയിക്കഴിഞ്ഞു. ഇനി അവളെ അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരാൻ വിടണം എന്നുള്ള രീതിയിൽ ഞാൻ ഷാജി സാറിനോട് എപ്പോഴും പറയുന്നതാണ്. അത് വ്യക്തമായിട്ട് ഷാജിക്കും ബോധ്യമായി. ഷാജി മെല്ലെ ഭീമയെ കുറച്ച് മാറ്റി നിർത്തിയ സമയത്താണ് ആ ഒരു ഗ്രോത്തിലേക്ക് വന്നത്. ഇതേപോലെ തന്നെ നിങ്ങളുടെ ടീമിൽ വരുന്ന വ്യക്തികൾ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് അവർക്ക് അവർക്ക് കൂടുതൽ പെട്ടെന്ന് വാടുക്കരുത്, നമ്മൾ അവരുടെ റെസ്പോൺസിബിലിറ്റി അവർക്ക് കുറച്ച് വിട്ടുകൊടുക്കും. കൂടുതൽ അവര് ഉയർന്നു വരുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റി കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരിക്കും. കാരണം ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ബിസിനസ്. ആ രീതിയിൽ നിങ്ങൾ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് വലിയ പിന്നുകളൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്തായാലും
അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു ഓർഗനൈസേഷനിൽ നല്ല നല്ല ലീഡേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി ഷാജി മീത്തൽ, സുരേഷ്, അശ്വിനി മാം, ഭീമ മാം, അതേപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. അവരൊക്കെ എന്താണോ പറയുന്നത് അത് കണ്ണു അടച്ചെങ്കിൽ വിശ്വസിക്കാം. പലപ്പോഴും നമുക്ക് ഈ അപ്ലൈൻ ലീഡേഴ്സ് ഒക്കെ പറയുന്ന സമയത്ത് ഇതെന്താ എപ്പോഴും നമ്മളോട് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ഉപദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളാണ്. ഏതൊരു അപ്ലൈനും നിങ്ങളുടെ ഒരു ചെറിയ ചെറിയ വിജയങ്ങൾ പോലും അത് ആഘോഷമായിട്ട് ആസ്വദിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾക്ക് തോന്നാം എന്താ പറയാ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്റെ അപ്ലൈന് ക്വാളിഫൈ ചെയ്യുന്നതെന്നുള്ള ചിലപ്പോൾ ചിന്തകൾ വരാം. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങളുടെ ഓരോ ചെറിയ കുഞ്ഞു കുഞ്ഞു വിജയങ്ങളും അത് വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിക്കുന്ന വ്യക്തികളാണ് നമ്മൾ അപ്ലൈൻ ലീഡേഴ്സ്. അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് കാതലായ അർത്ഥങ്ങൾ ഉണ്ടാകും. ആ കാതലായ അർത്ഥം പൂർണ്ണമായി വിശ്വസിച്ച് 100% സബ്മിഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും ഇതിൻ്റെ അകത്ത് വൻ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. 2026 തുടക്കം അവാർഡ് ഫംഗ്ഷനായി. നെക്സ്റ്റ് വരുന്ന മാർച്ച് മാസം നമുക്ക് FRE എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. വിന്നിംഗ് ടീമിന്റെ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു മാമാങ്കം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. എന്റെ അപ്ലൈ ലീഡർ എന്നോട് പറഞ്ഞു, ജ്യോതി സാർ എന്നോട് പറഞ്ഞു, മനോജ് കേരളത്തിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ദുബായ് ഡൽഹിയിൽ ഒന്ന് ടീമിന്റെ കൂടെ ഒന്ന് പോകണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ബിസിനസ്സിൽ വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിന്റെ ഓർഗനൈസേഷന് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ 100% സബ്മിഷനോട് കൂടി ജ്യോതി സാർ പറഞ്ഞതോടുകൂടി ഞാൻ പോകാൻ റെഡിയായി നിൽക്കുക. എനിക്ക് വരുന്ന 7-ാം തീയതി തന്നെ നമ്മൾ ഡൽഹിയിലേക്ക് പോവുക. അപ്പോ അത് അവിടെ ഞാൻ എന്താ ചെയ്തത്, ഞാൻ അവിടെ എന്താണ് ജ്യോതി സാർ അങ്ങനെ പറഞ്ഞ സമയത്ത്, സാറേ കേരളത്തില് FRE നടക്കുന്നില്ലേ, ഞാൻ അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം പോലും ചെയ്തിട്ടില്ല. അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? റീസൺ ഇല്ലാണ്ട് ഒരിക്കലും പറയില്ല. ഇതേപോലെ നിങ്ങളുടെ അപ്ലൈൻ എന്താണോ പറയുന്നത് അതേപോലെ നിങ്ങൾ സബ്മിഷനോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വൻ വിജയങ്ങൾ ഉണ്ടാക്കും. വരുന്ന FREയിൽ മാർച്ച് മാസം വരുന്ന FREയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പങ്കെടുത്താൽ പോലെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതിൽ വിജയിക്കണമെങ്കിൽ 6 ഓർഗനൈസേഷനെ ബിൽഡപ്പ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ആ 6 ഓർഗനൈസേഷനിൽ നിന്ന് എത്ര പേരെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നോ അതാണ് നിങ്ങളുടെ വിജയം. നിങ്ങൾക്ക് വെറും 6 പേരെയാ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വിജയമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അതേ സ്ഥാനത്ത് ആ 6 മിനിമം ഒരു 20 പേരെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യു ആർ ബിക്കം എ ക്രൗൺ ഡയറക്ടർ. 100% ഷുവർ ആണ് നെക്സ്റ്റ് 1 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് ഒരു 1 lakh ഇൻകത്തിലേക്ക് എത്താൻ പറ്റും. ഇന്ന് ഭീമ മാം ക്രൗൺ ഡയറക്ടറായി ഓൾമോസ്റ്റ് ഒരു വീട്ടമ്മ, ഒരു സാധാരണ ഒരു വീട്ടമ്മ വെസ്റ്റീജിനെ മനസ്സിലാക്കി ഒരുപാട് പ്രതിരോധങ്ങൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല, ഇത് എനിക്കിത് പറ്റിയ ബിസിനസ്സേ അല്ല എന്ന രീതിയിൽ പറഞ്ഞ വ്യക്തിയാണ്. ഇന്ന് വെസ്റ്റീജ് പറയുന്നത് പോലെ തന്നെ 1 year 1 lakh ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ക്രൗൺ ഡയറക്ടർ ആയ സമയത്ത് ഓൾമോസ്റ്റ് 1 lakh ഇൻകത്തിന്റെ അടുത്തേക്ക് ഭീമ മാം കാലുവെച്ച് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഭീമക്ക് മാത്രമല്ല ആർക്കും സാധിച്ചെടുക്കാൻ പറ്റും. പലപ്പോഴും ഞാൻ ഈ ഒരു ബിസിനസ്സിനെ ഞാൻ ആദ്യമായിട്ടാണ് വെസ്റ്റീജ് ഒരു ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് ആദ്യം ചൂസ് ചെയ്യുന്നത് വെസ്റ്റീജാണ്. അപ്പൊ ആ ചൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാൻ സ്പോൺസർ ചെയ്ത വ്യക്തികളൊന്നുമല്ല ഇന്ന് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഷാജി മിത്തൽ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. ഭീമ മാമിനെ ഒട്ടും തന്നെ പരിചയം ഉണ്ടായിരുന്നില്ല. ഈവൻ ഭീമയുടെ അപ്ലൈനായ ഷംന മാം, ആ വ്യക്തിയായിരുന്നു ശരിക്കും ഇതിൻ്റെ അകത്ത് വലിയ പിന്നുകളൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ അവരുടെ കല്യാണം കഴിയുകയും അവരുടെ ഹസ്ബൻഡ് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാത്തതോടുകൂടി അവിടെ വേറൊരു താരം ഉദിച്ചുയരുകയും ചെയ്തു. ഞാൻ ഇതെന്തോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്ന ആൾക്കാരായിരിക്കില്ല നമ്മളെ കൂടെ വലിയ പിന്നുകളോ അല്ലെ വലിയ വിജയങ്ങളോ കൊണ്ടുവരുന്നത്. ക്ഷമയോടുകൂടി ആര് നമ്മുടെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ക്ഷമയോടുകൂടി ഒരു 3-4 കൊല്ലം നിങ്ങൾ ഇതിൻ്റെ അകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ 100% ഗ്യാരണ്ടിയാണ് യു വിൽ ബിക്കം എ വെസ്റ്റീജിൽ ഒരു സക്സസ് പേഴ്സൺ ആയിട്ട് മാറാൻ പറ്റും. അത് ചിലപ്പം ക്രൗൺ ഡയറക്ടർ ആകാം, UCD ആകാം, ചിലപ്പോൾ DUCD ആകാം, ചിലപ്പോൾ VMCM മെമ്പറും ആകാം. എന്തും സാധ്യത. അപ്പം ക്ഷമയോടുകൂടി അപ്ലൈൻ പറയുന്നത് ക്ഷമയോടുകൂടി അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, ഏതൊരു വ്യക്തിക്കും ഏത് പിന്നു വേണ്ടിക്കലും ചെയ്യാൻ പറ്റും, എന്ത് ലൈഫ് സ്റ്റൈല് വേണ്ടിക്കലും ചെയ്യാൻ പറ്റും. അങ്ങനെ സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എസ്പെഷ്യലി ഇന്ന് നമ്മുടെ ജ്യോതിഷ് കുമാർ സാർ ഇവിടെ ഉള്ളത് കൊണ്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാനും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ടു ഹോസ്റ്റ്, ബാക്ക് ടു ഹോസ്റ്റ്. താങ്ക് യു സാർ. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് സാറ് തന്നിരിക്കുന്നത്. കാരണം എൻ്റെ അപ്ലൈനാണ്, മെൻറ്ററാണ്, എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സാറാണ്.
അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി നമ്മളെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സിന് സന്തോഷം സാറും അതുപോലെ ജ്യോതി സാറും നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ അതിൽ സമയം കളയുന്നില്ല. ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് നമ്മളൊക്കെ കേരളത്തിലെ ആദ്യത്തെ DUCD സയൻറ്റിസ്റ്റ് കൂടിയായ ജ്യോതിഷ് കുമാർ സാറാണ്. പല ആൾക്കാർക്കും അറിയാം, എപ്പോഴും നമ്മളിവിടെ വരുന്നതാണ് സാറ്. എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ് സയൻറ്റിസ്റ്റ് ആയിരുന്നു. അതിൽ നിന്ന് VRS എടുത്ത് വെസ്റ്റിയിൽ വളരെ സീരിയസ് ആയി ചെയ്തുകൊണ്ട് കേരളത്തിൽ തന്നെ ആദ്യത്തെ DUCD ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, ഇനി ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന എനർജറ്റിക് ലീഡർ എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും ആൾക്കാർ കാതോർത്ത് കേൾക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടി, പുതിയ ആൾക്കാർക്കും വേണ്ടി ഇന്ന് ജ്യോതിഷ് സാറ് നമ്മുടെ ഈ ഒരു സെലിബ്രേഷനിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഇൻവൈറ്റ് ചെയ്യണം. വെൽക്കം ജ്യോതിഷ് കുമാർ സാർ. ഓക്കെ, താങ്ക് യു ഷാജി. ഞാനും വളരെ ത്രില്ലിലാണ്. ചെറിയൊരു ത്രോട്ട് പ്രോബ്ലം കാരണം കംപ്ലീറ്റ് അവാർഡ് ഫംഗ്ഷനേഷൻ സംസാരം തന്നെയാണ് എന്നും എപ്പോഴും. ഓക്കെ, ഇനി കൺഗ്രാജുലേഷൻ ടു ആൾ ദ അച്ചീവേഴ്സ്. ഞാൻ ഒത്തിരി പേരെ ഇന്ന് അവർ സംസാരിക്കുന്ന കേട്ട് വലിയ സന്തോഷമായി. മാത്രമല്ല, ഇന്ന് മനോജിലും തുടങ്ങുന്ന ഓർഗനൈസേഷൻ ഷാജി മിത്തൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു കുതിച്ചുയർന്നു വന്ന ഒരു താരമാണ് ഷാജി മിത്തലിന്റെ ഓർഗനൈസേഷൻ. ഏതാണ്ട് 180ഓളം പേരോട് ഞാൻ സംസാരിക്കുന്ന പുതിയ ആൾക്കാർ. ഇപ്പൊ ഞാൻ ഏത് മീറ്റിങ്ങിന് പോയാലും ഞാനും മനോജും ഒബ്സർവ് ചെയ്യും, ഷാജിയുടെ കുറച്ച് ആൾക്കാരുണ്ടാവും. അത് അവരെല്ലാം അച്ചീവേഴ്സായി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതില് എനിക്ക് ഒത്തിരി പേര്, ഞാൻ എല്ലാവരെയും, സാറാമ്മ അവരെ ബ്രോൺസ് ഡയറക്ടറായി, കൺഗ്രാജുലേഷൻ. അതുപോലെ തന്നെ രേഖാ ശർമ്മയെ കുറച്ച് ദിവസം കാണാനില്ലായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെ അത് കണ്ടുപിടിച്ചു. പുള്ളിക്കാരി കേരളത്തില്ലാന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഒരു DUCD മീറ്റിന് ഞങ്ങൾ UP പോയ സമയത്ത് പുള്ളിക്കാരി ലേഖലുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോൾ ഒരു സിൽവറോ ഗോൾഡോ ഒക്കെ ആകാമായിരുന്നു. കാരണം കുറച്ചൊരു ഗ്യാപ്പ് വന്ന് കുറച്ച് പേഴ്സണൽ ചലഞ്ചസ്. ബട്ട് സ്റ്റിൽ എന്നിട്ട് അച്ചീവേഴ്സ് മീറ്റിന് പുള്ളിക്കാരി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ അവാർഡ് ഫംഗ്ഷനും ബ്രോൺസ് ആവണം രേഖ, യു ക്യാൻ ഡു ഇറ്റ്. ലാംഗ്വേജ് എത്ര ഭാഷകൾ, എങ്ങനെ രേഖ ഇപ്പോൾ ബ്രോൺസ് ക്വാളിഫൈ ചെയ്തു. തട്ടേക്കാട് ഫംഗ്ഷനിൽ വന്നവരെല്ലാവരും ക്വാളിഫൈ ചെയ്തു. എന്നിട്ട് അതുപോലെ തന്നെ ഒത്തിരി പേര് ക്വാളിഫൈ ചെയ്തു അതിൽ. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഗോൾഡായ സജിനി ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ സജിനി വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. മാത്രമല്ല, സജിനി എൻ്റെ ഫാദർ മരിച്ച സമയത്ത് കാറൊക്കെ എടുത്ത് വളരെ ബുദ്ധിമുട്ടി മനോജ് പറയലിൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ എന്നെ അന്വേഷിച്ചു വന്നു. എനിക്ക് സജിനെ ഭയങ്കര പൊട്ടൻഷ്യൽ ഒരു ലേഡിയാണെന്ന് മനസ്സിലായി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും കഴിവും പൊട്ടൻഷ്യലും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം സുരേഷ് ആൻഡ് അശ്വിനി അവർ കഴിഞ്ഞ ഇവിടെ FRUന് വന്നതാണ്. എക്സലന്റ് ട്രെയിനേഴ്സാണ് അവര്. അവരുടെ താഴെയാണ് ഭീമ ഇപ്പം കുതിച്ചുയർത്ത് വന്നിരിക്കുന്നത്. ഞാനത് പറയാൻ കാരണം, ഞാൻ ഓരോരുത്തരും ഇൻഡിവിജ്വലി നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. അതിൽ പുതുതായിട്ട് ക്വാളിഫൈ ചെയ്ത 12% ഉണ്ട്, 5% ഉണ്ട്, 300 PV അച്ചീവ് ചെയ്തവരുണ്ട്, 500 PV വെച്ചിട്ടുണ്ട്. ഒത്തിരി. കാരണം ഞാൻ എന്തിനും പറയുന്ന ഫ്രണ്ട്സ്, ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിനെ ഒരു ബിസിനസ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ സയന്റിസ്റ്റ് ആയിരുന്ന സമയത്ത് വളരെ ചെറുപ്പത്തിൽ എനിക്ക് ജോലി കിട്ടണം. അപ്പൊ ഞാൻ 32 റിസർച്ച് പേപ്പറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ 32 റിസർച്ച് പേപ്പർ അത്ര എളുപ്പമുള്ള പണിയല്ല. ഇറ്റ്സ് എ വെരി ഹാർഡ് വർക്കിംഗ്. ആ 32 റിസർച്ച് പേപ്പറിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് പോലും എനിക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അത്ര വലിയ റിവാർഡ്സ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. എൻ്റെ വലിയ ഡ്രീംസ് ഒന്നും എനിക്ക് നേടാൻ പറ്റിയിട്ടില്ല. ഞാൻ എങ്ങനെയോ ഭരതേട്ടൻ എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്ന സമയത്ത്, ഞാൻ ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്ന ആളല്ല. ഇന്ന് നിങ്ങളിൽ പലരും, ഇപ്പൊ ഞാൻ ഭീമയൊക്കെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. കാരണം ആ സംസാരിക്കുന്ന ചടുലത, സ്പീഡ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ അവാർഡ് ഫംഗ്ഷനിൽ ഭീമ സിൽവർ ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. സിൽവർ ആയിരുന്നു ഭീമയെ പലപ്പോഴും ഞാൻ വിളിച്ചത് ഈ ഫംഗ്ഷൻ പറഞ്ഞ ആ ഫംഗ്ഷൻ. ഒരുപാട് ലിമിറ്റേഷൻസ് വീട്ടിലുണ്ട്. അത്രയും ചലഞ്ചസിന്റെ അടിയിൽ ഭീമ ഒരു കുതിച്ചുയർന്നൊരു ക്രൗണായെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടായത്. ഭീമയെ നമ്മൾ അവാർഡ് ചെയ്യുന്ന സമയത്ത് ഭീമയെ സ്റ്റാർ പിന്നും കൊടുക്കാൻ പറ്റി, ഭീമയ്ക്ക് ക്രൗൺ പിന്നും ഒരേ വേദിയിൽ. അത് വെസ്റ്റേജിന്റെ അവാർഡ് ഫംഗ്ഷൻ 5000-ൽ പരം ആൾക്കാർ പങ്കെടുക്കുന്ന വേദിയിൽ നിന്നാണ് 2 പിന്ന് വാങ്ങിയത്. ശരിക്കും ഡയമണ്ട് പിന്ന് കൂടെ വാങ്ങാൻ പറ്റുന്നു. 3 പിൻ ഒരു വർഷം അച്ചീവ് ചെയ്തു. മേജർ പിൻസ് ആണ് അതെല്ലാം. അപ്പൊ കൺഗ്രാജുലേഷൻ ടു ഭീമ ആൻഡ് സാബു. അവർ വളരെ കമ്മിറ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. നിങ്ങളെല്ലാം, ഞാൻ ഈ പ്ലാറ്റ്ഫോമിലെ ഓരോ ലീഡേഴ്സിനെ ഞാൻ ഇൻഡിവിജ്വലി കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ്. നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മുടെ ആ കഴിവുകളെ തിരിച്ചറിയാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. നമ്മുടെ കഴിവുകളെ ഉണർത്തിയെടുക്കുന്ന ഒരു അവസരം കിട്ടില്ല. അവിടെയാണ് നമ്മൾ പരാജിതരാവുന്നത്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത്, അവരുടെ കഴിവുകേട് കൊണ്ടല്ല ഒരു വ്യക്തി വിജയിക്കാത്തത്. ആ കഴിവിനെ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് കിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടി. വെറുതെ ചിലർക്ക് ജോലി പഠിച്ചിട്ട് ജോലി കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട്.
അപ്പൊ അവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലൈഫിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു അവസരത്തിനെ നമ്മൾ പെർഫോം ചെയ്യണം, നമ്മൾ തന്നെ പ്രയോജനപ്പെടുത്തണം. അപ്പൊ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഭരതേട്ടനെ കണക്ട് ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ എനിക്ക് കാറില്ല, വർഷങ്ങൾക്ക് മുമ്പ് കാറില്ല. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് കാർ ഫണ്ട് എന്നൊരു ഫണ്ടുണ്ട്. ഞാൻ അതിലാണ് ആകർഷണമാവുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പ്രോഡക്റ്റ് ഒന്നും ആകർഷണമായതേ ഇല്ല. കാർ ഫണ്ട് എന്നൊരു ഫണ്ട്, എനിക്ക് കാർ വേണം. അതല്ലേ നമ്മൾ പറയില്ല ഫ്രീ ആയിട്ട് കാർ വാങ്ങാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, 150-ൽ പരം കാർ അച്ചീവേഴ്സ് ഈ ഓർഗനൈസേഷനുണ്ട്. 150-ൽ പരം, 25 ലക്ഷം 30 ലക്ഷം രൂപ കാർ എടുത്ത ആൾക്കാർ നമ്മുടെ തന്നെ ഓർഗനൈസേഷനുണ്ട്. മേ ബി ഒരു 1.5 വർഷം മുമ്പൊക്കെ എൻ്റെ ജോലി തന്നെ ആൾക്കാരുടെ കാറിന്റെ താക്കോൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു. മനോജിന്റെ കാർ വളരെ കൂടിയ കാറാണ് മനോജ് വാങ്ങിയത്. മനോജിന് ബൈക്കിന്റെ താക്കോലിന്റെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. മനോജ് വന്ന സമയത്ത് മനോജ് ഞാനൊരു FRIന് കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. അത് ക്ലിയർ ചെയ്താണ് മനോജ്. അതുകൊണ്ടാണ് മനോജിന് വെസ്റ്റേജിന്റെ ആദ്യത്തെ ക്രൗണും വേൾഡിൽ നോക്കി ഇന്ത്യയിലെ ലോകത്തിലെ 38ാമത്തെ കമ്പനിയിൽ ആദ്യത്തെ ഇന്റർനാഷണൽ ക്രൗണും ഇന്റർനാഷണൽ യൂസിരിയോ മനോജിന് സാധിച്ചെന്തുകൊണ്ടാണ്? മനോജ് അന്നെടുത്ത തീരുമാനമാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് സമയമുള്ളൂ. ഞാൻ നിങ്ങളുടെ പറയാൻ കാരണം, എന്നെ ശ്രവിക്കുന്ന, എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തി നോക്ക്, നമ്മുടെ കൊച്ചു കേരളത്തിൽ 6ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ലേഡി DUCD ആയില്ലേ ആയിഷാത്ത എന്ന് പറഞ്ഞ. ശരിക്കും ആലോചിച്ച് എനിക്ക് അത്ഭുതമാണ് ആ ലേഡി. അത് വിദ്യാഭ്യാസമൊന്നുമില്ല. എന്നെ കാണുമ്പോൾ എന്നെ എപ്പോ കണ്ടാലും വന്ന് എന്നെ ഷേക്കാൻ, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഉമ്മ വയ്ക്കും. എന്നെക്കാളും പ്രായമുള്ള ഒരു ലേഡിയാണ്. അപ്പൊ ശരിക്കും ആലോചിച്ചത് ദൈവികമായ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു ബിസിനസ്സാണ് ഈ ബിസിനസ്. ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല, നിങ്ങളുടെ കമ്മ്യൂണിറ്റി പ്രശ്നമല്ല, നിങ്ങളുടെ സ്ഥലം പ്രശ്നമല്ല, നിങ്ങളുടെ ഒരു വീക്ക്നെസ്സും പ്രശ്നമല്ല. അല്ല, ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കൊരു നീഡോ ഒരു ഡ്രീമോ ഉണ്ടായിരിക്കണം. നീഡ് അല്ലെങ്കിൽ നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം, ഡ്രീം എന്ന് പറഞ്ഞാൽ സ്വപ്നം. അതാണ് ആദ്യത്തെ കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കുറച്ച് പൈസയാണോ വേണ്ടത്? നിങ്ങൾക്കൊരു 50,000 രൂപ എക്സ്ട്രാ കിട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആദ്യം വേണ്ടത് നമുക്ക് പൈസ കൊണ്ട്, നമുക്ക് ഒരുപാട് പൈസ ഇടുന്ന കാര്യം, ആ പൈസ കൊണ്ട് നമ്മൾ നേടാൻ പോകുന്നത് നമ്മുടെ നീഡും നമ്മുടെ ഡ്രീംസും നമ്മുടെ സ്വപ്നങ്ങളുമാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, ഈ അവസരത്തിൽ വെസ്റ്റേജ് എന്ന വലിയ കമ്പനിയാണ് ഫ്രണ്ട്സ്. ഏതൊരു വർഷം ഞാൻ DUCD ആയിട്ട് വന്ന കോവിഡ് ആയ വർഷം എനിക്ക് വെസ്റ്റേജിൽ നിന്ന് കിട്ടി 88 ലക്ഷം രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്ത്, ആ വർഷം ഞാൻ നേരത്തെ VRS എടുത്തുണ്ട്. എൻ്റെ ഒരു സീനിയർ ഓഫീസർ റിട്ടയർ ആയി. ഞാൻ VRS എടുത്തു. 18 കൊല്ലം സർവീസ് കഴിഞ്ഞപ്പം 2 വർഷത്തെ ഗ്രേസ് കൊണ്ട് കിട്ടി 20 years കംപ്ലീറ്റ് ആയി ഞാൻ VRS എടുത്തു വന്ന ആളാണ്. വളരെ ചെറുപ്പത്തിലെ VRS എടുത്തു. അപ്പോ എൻ്റെ ഒരു സീനിയർ ഓഫീസർ, എന്നെക്കാൾ ഹയർ പോസ്റ്റ്, അദ്ദേഹം റിട്ടയർ ആയ സമയത്ത് അദ്ദേഹം വിളിച്ചിട്ട് എന്നെ എപ്പോഴും കളിയാക്കല്ല, എന്തിനാ ജോലി വിട്ടു? ഈ ബിസിനസ് ജോലി ഇരുന്നുകൊണ്ട് പാർട്ട് ടൈം ചെയ്താൽ പോരായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ മൈൻഡ് ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം ചെയ്യാൻ സക്സസ്. അങ്ങനെയാണ് ഞാൻ അത് ഫുൾ ടൈം ആവുന്നത്. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, അദ്ദേഹം അത്ര 30 വർഷമൊക്കെ സർവീസ്, എന്നെക്കാളും വളരെ സീനിയറാണ്. 30 വർഷം സർവീസ് ആയിട്ട് അദ്ദേഹത്തിന് പെൻഷനായപ്പോൾ കിട്ടി എന്തോ 36 എത്ര ലക്ഷം രൂപ കിട്ടി എന്നൊക്കെ പറയും. ഭയങ്കര, നീ എങ്ങനത്തെ ജോലി അവിടെ. നിങ്ങളൊന്ന് ആലോചിച്ചു, ആ ഒരു വർഷം പാൻഡമിക് സിറ്റുവേഷനിൽ അദ്ദേഹം 30 വർഷം ജോലിയായിട്ട് ഞാൻ സർക്കാർ ജോലിയെ കുറ്റം പറയുന്നതല്ല, എൻ്റെ കുടുംബത്തിൽ എല്ലാവരും സർക്കാർ ജോലിക്കാരാണ്. ആ 30 വർഷം സർവീസ് ഇത്രയും വലിയ പോസ്റ്റിൽ റിട്ടയർ ആയ മനുഷ്യന് കിട്ടിയത് 36 ലക്ഷം ഒറ്റ വർഷം വെസ്റ്റേജിന്റെ പക്ഷെ എനിക്ക് വെസ്റ്റിൽ ആദ്യം കിട്ടിയത് 112 രൂപയാണ്. ആ വർഷം പാൻഡമിക് സിറ്റുവേഷനിൽ 88 lakhs. അതുകൊണ്ട് എന്തൊക്കെ നേടാൻ, ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റി. അപ്പൊ എൻ്റെ വലിയ സ്വപ്നങ്ങൾ, വലിയൊരു വീട് വയ്ക്കാൻ പറ്റി. നിങ്ങൾ ആലോചിച്ചൊക്കെ 2 കാറുകൾ വാങ്ങാൻ പറ്റി. മകന്റെ വിദ്യാഭ്യാസത്തിന് MBBS മൊത്തം പഠിച്ചത് വെസ്റ്റേജിന്റെ പൈസ ഉണ്ട്. ഇപ്പൊ MDക്ക് ജോയിൻ ചെയ്തു. എൻ്റെ മകനും എൻ്റെ മരുമകളും 2 പേരും ഇപ്പൊ പോണ്ടിച്ചേരിയിൽ, ഒരാൾ MS ഓർത്തോ പഠിക്കുകയാണ്, മറ്റൊരാൾ MS സൈക്കാട്രി പഠിക്കുകയാണ്. ഇതിന്റെ എല്ലാം പൈസ ഞാൻ എവിടുന്നാ പേ ചെയ്യുന്നത്? ഫ്രം വെസ്റ്റേജ്. അതെന്റെ സ്വപ്നമായിരുന്നു. അപ്പൊ ഞാൻ പറയാനുള്ള ഒന്നാമത്തെ കാര്യം ഡ്രീമാണ്. രണ്ടാമത്തത് വേണ്ട ഡിറ്റർമിനേഷനാണ്, അല്ലെങ്കിൽ ഡിസിഷനാണ്, തീരുമാനം. എന്നാൽ 5000 ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ സുഹൃത്തുക്കളെ. നമ്മുടെ ബീമാൻ സാബു കഴിഞ്ഞ വർഷം സിൽവർ ആയിട്ട് കയറിയവരാണ്. ഇത്തവണ 3 പിൻ അച്ചീവ് ചെയ്ത് ക്രൗണായി മാറിയത്, അല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കൂ. ഇനി നമ്മുടെ ലീഡറായ ഷാജി മിത്തിൽ എന്തെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട് ആലോചിച്ച് നോക്കിയാൽ. അദ്ദേഹം UAE ഇറങ്ങുന്ന എല്ലാ മീറ്റിങ്ങിനും ഷാജിയുണ്ട്. ഞാനിപ്പോ കാണുന്നൊരു പ്രതിഭാസം പറയാം. ഞാൻ മനോജനോട് ഷെയർ ചെയ്തു. ഞാൻ എവിടെ മീറ്റിങ്ങിന് പോയാലും ഷാജിയുടെ ആൾക്കാരുണ്ടാവും. ഞാൻ ഏത് മീറ്റിങ്ങിന് പോയാലും ഷാജിയുടെ ആൾക്കാർ വരും.
ഞാൻ ഏതൊരു മീറ്റിംഗിന് ആദ്യമായിട്ട് രാജു സോപാനത്തിനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഇപ്പം ബ്രൗൺസ് ക്വാളിഫൈ. അദ്ദേഹം രാജു സോപൻ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് എനിക്ക് അറിയില്ല, ഒന്ന് കണ്ട് പരിചയപ്പെട്ട് ഇവിടെ അടുത്ത് ഞാൻ സെൽഫി എടുത്തു. എന്നിട്ട് പറയാണ്, സാറേ ഇത് ഷാജി സാറിന് അയച്ചു കൊടുക്കണം. എന്തൊരു സന്തോഷം എന്നറിയാം. ഞാൻ എന്തിനത് പറയുന്നു മൈ ഡിയർ ഫ്രണ്ട്സ്, പറയാൻ കാരണം ഇത്ര കാര്യമുള്ളൂ. നമ്മൾക്കെല്ലാം കഴിവുകളുണ്ട്. പക്ഷെ ആ കഴിവുകളെ ഉണർത്താൻ, നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ നമുക്ക് ദൈവമായിട്ട് അവസരങ്ങൾ കൊണ്ടുതരും. നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ അങ്ങനെ വിശ്വസിച്ച് നോക്കൂ? കാരണം ഇതിനകത്ത് ഒരു അടിസ്ഥാന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടല്ലോ, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഒന്നും വേണ്ട. നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളൊന്ന് മാറ്റുക, നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ കുറെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, നമ്മൾക്ക് അറിയുന്ന കുറെ ആൾക്കാർക്ക് ഈ അവസരം പറഞ്ഞു കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ ഡ്രീം. രണ്ടാമത് വേണ്ടത് ഡിസിഷനാണ്, തീരുമാനം. നിങ്ങളൊരു തീരുമാനമെടുക്കും. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? 50,000 വേണോ? 10,000 വേണോ? 1 ലക്ഷം വേണോ? 2 ലക്ഷം വേണോ? 9 ലക്ഷം രൂപ വരെ കിട്ടുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ കിട്ടിയിട്ടുള്ളതുകൊണ്ടാ പറയുന്നത്. ആലോചിച്ച് നോക്കിയേ, ഇത് 1 കോടി രൂപ വാങ്ങുന്നില്ല സിദ്ധാർത്ഥ് സിംഗ് സാർ ഇല്ലേ? 65 ലക്ഷം നമ്മുടെ അപ്ലൈൻ SP പറയിൽ സാർ ഇല്ലേ? ഈ ഫോറിൻ ട്രിപ്പിന് ഞാനും അതുപോലെ തന്നെ മനോജും ഇപ്പോഴത്തെ ഫോറിൻ ഭരതേട്ടന് പോയി കുറെ പേർക്ക് വിസ റിഫ്യൂസ് ചെയ്തു. ആ സമയത്ത് നമ്മൾ അവിടെ വെച്ചൊരു ദീപാലി പെട്രാവാല എല്ലാ ഫോറിൻ ട്രിപ്പിലും കാണുന്ന ആളാണ്. ആ ദീപാലി പെട്രാവാല എന്ന മേഡത്തിനെ പരിചയപ്പെടുന്ന സമയത്ത് അപ്പൊ അവരെൻ്റെ അടുത്ത് എനിക്ക് ഹിന്ദി അറിയാൻ സംസാരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, മേഡം, അപ്പൊ എന്റെ ധാരണ അവർക്ക് 30-32 ലക്ഷം രൂപ വരുമാനം എന്നാ. ഞാൻ അത് വെച്ച് സംസാരിച്ചു. ഞങ്ങൾ സെൽഫി കിടക്കാൻ ലണ്ടൻ ബ്രിഡ്ജിൽ പോയപ്പോൾ അപ്പോൾ ആ ലേഡിനെ കറക്റ്റ് ചെയ്തു. ജ്യോതിഷ്, നിങ്ങൾ എന്റെ വരുമാനം കുറച്ചാണ് പറയുന്നത്. വീട്ടമ്മയാണ് ഈ ദീപാലി പെട്രാവാല, നമ്മുടെ ഓർഗനൈസേഷൻ അല്ല. അവർ പറയണം, ജ്യോതിഷ് എന്റെ ഇൻകം ഇപ്പൊ 32 ലക്ഷം അല്ല. മാഡം അത് കൂടിയിട്ടുണ്ടോ? ഇപ്പോഴും എന്നെ കുറച്ച് കാണിക്കാതെ, എന്റെ ഇൻകം ഇപ്പൊ 46 lakhs ആണ്. നമ്മൾ ലണ്ടനിൽ പോയ സമയത്ത് അവർ 6 രാജ്യങ്ങൾ കണ്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മളൊപ്പം നിങ്ങൾ ആലോചിച്ച്, ഒരു വീട്ടമ്മയ്ക്ക് ഒരു മാസം 46 ലക്ഷം രൂപ കിട്ടാൻ പറ്റുന്ന വേറെ ഏത് അവസരമുള്ളത്? അപ്പൊ സ്കൈ ആണ് ലിമിറ്റ്. അപ്പൊ അത്രയും വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം, അതിന് തീരുമാനം എടുക്കണം. മൂന്നാമത് വേണ്ടി ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം. എനിക്കെപ്പോഴുണ്ട്, ഞാൻ ഭീമയെ ഏതൊരു ഫംഗ്ഷൻ ഉണ്ടപ്പോൾ ഭീമ സാർ ഈ വർഷം ഞാൻ ക്രൗൺ ആയിരിക്കും. ആ ദൃഢനിശ്ചയം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ലിമിറ്റേഷൻസ്, ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. പക്ഷെ ആ ദൃഢനിശ്ചയം, ഡിറ്റർമിനേഷൻ ചെയ്യും നമ്മുടെ ഡ്രീമിന്റെ പവറിനെ കൂട്ടും. അടുത്ത് വേണ്ടത് ഇതെല്ലാം അച്ഛൻ ഡിസിപ്ലിൻ വേണം, അച്ചടക്കം വേണം. നോക്ക്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സ്കൂളിൽ പോകണ്ടേ? നമ്മൾ അവിടെ എന്താ പഠിച്ചത്? അച്ചടക്കം, ഡിസിപ്ലിൻ. ഞാൻ ഈ പറഞ്ഞ എല്ലാം ഡികളാണ്. ഡ്രീം, ഡിസിഷൻ, ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ. അച്ചടക്കം വേണം. മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനും കയറിക്കൊണ്ടേയിരിക്കണം. നമ്മൾ എക്യുപ്പ് ചെയ്യണം, നമുക്ക് അറിവുണ്ടാകണം. ആൻഡ് അടുത്തെന്ത് സംഭവിക്കും? അപ്പൊ ഡിസിപ്ലിൻ ആയി, നമുക്ക് അച്ചടക്കം ഉണ്ടായാലോ, അവിടെയാണ് നമ്മുടെ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഡിറ്റർമിൻഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്താണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ? ക്രൗൺ ആണോ? UCD ആണോ? നോക്ക്, ഈ ബിസിനസ് വന്ന പലരും എങ്ങനെ ബ്രോൺസ് ആവുന്ന ആദ്യം ചിന്തിക്കുന്നത് അല്ലേ? പിന്നെയോ പടിപ്പടി ആദ്യം കറിയാൻ പോകും. അപ്പൊ ആ സമയത്ത് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പൊ എന്റെ ഓർഗനൈസേഷനിൽ ഏതാണ്ട് 2,28,000 പേരുണ്ട്. നോക്ക്, ഞാൻ നേരിട്ട് സ്പോൺസർ ചെയ്ത് 25-26 പേരേ ഉള്ളൂ കഴിഞ്ഞ 9 വർഷമായിട്ട്. 25-26 പേരെ ഞാൻ നേരിട്ട് സ്പോൺസർ ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്നാണ് 2,28,000 പേരുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരെല്ലാവരും ഒരു 100 രൂപയുടെ പ്രൊഡക്റ്റ് എത്ര ബിസിനസ് ആണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് നിന്റെ പവർ, ഇതാണ് നിന്റെ ശക്തി. അപ്പൊ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം. നിങ്ങൾ ഇന്ന് ഞാൻ കേൾക്കുന്ന പല ആൾക്കാരും നോക്ക്, വെസ്റ്റീജ് 2030 മുമ്പ് 1 ബില്യൺ ടേൺ ഓവർ ആവും. അന്നത്തെ ഡോളർ നിരക്ക് വെച്ച് നോക്കണമെങ്കിൽ ഏതാണ്ട് 9,000 കോടിയുടെ ടേൺ ഓവർ ആവും. ആ സമയത്ത് ഒരുപാട് രാജ്യങ്ങൾ വരും. നിങ്ങളൊന്ന് ആലോചിച്ചോ, നിങ്ങളൊന്ന് ഇരിക്കുന്നത് എവിടെയെങ്കിലും ആയിരിക്കാം. അപ്പൊ നിങ്ങളുടെ ഈ നെറ്റ്വർക്കിൽ അവർ വീട്ടിലേക്ക് ആവശ്യമുള്ള, സാധാരണ ഭരതേട്ടൻ പറഞ്ഞൊരു ഭാഷയുണ്ട്, പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്താൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വരുന്ന പാസീവ് ഇൻകം അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നത്. എന്റെ ജോലിയുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എൻ്റെ വൈഫിന് ജോലി കിട്ടും, അല്ലെങ്കിൽ എനിക്ക് പെൻഷനുണ്ട്, VRS എടുത്ത ആളാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ 60% എൻ്റെ വൈഫിന് കിട്ടും. പക്ഷെ എൻ്റെ മകൻ ഡോക്ടർ, അവന് അത് കൊടുക്കില്ല. ഹിസ് നോട്ട് എലിജിബിൾ ഫോർ ദാറ്റ്. നീ സർക്കാർ ജോലിയിൽ പെൻഷൻ വരെ എടുത്ത് കളയാം. ആകപ്പോൾ അട്രാക്ഷൻ പെൻഷൻ അതും എടുത്ത് കളയാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം നേടും. നോക്കൂ, ഇന്ത്യ എന്ന മോസ്റ്റ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യമാണ്. ഗ്ലോബലി നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. GDP-യിൽ എല്ലാത്തിലും നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയപ്പെടുന്നത്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്നത് എന്താണ്? 2040 വേൾഡിലെ നമ്പർ 1 കൺട്രി ആവും, മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രി ഇന്ത്യ ആവും എന്നാ പറയുന്നത്. സൂപ്പർ പവർ.
ലോകത്തിന്റെ സൂപ്പർ പവർ. നമുക്ക് മുമ്പിൽ രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ. അപ്പൊ ആ സൂപ്പർ പവർ ആയിട്ട് ഇന്ത്യ 2003 എമർജ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിലക്കയറ്റം ഉണ്ടാവും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഇന്ന് ട്രിവാൻഡ്രം സിറ്റിയിൽ നിങ്ങൾ ആലോചിച്ചാ മെട്രോ വരാൻ പോകുന്നു, വിഴിഞ്ഞം വന്നു. എന്താ മധുരയിൽ ഗവൺമെന്റ് 5 ലക്ഷം കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുന്ന ഇന്ത്യയിൽ. നിങ്ങൾ കാണുന്ന ഡെവലപ്മെന്റ്സ് മാറ്റം. പണ്ടൊക്കെ ലക്നോ സിറ്റിയിലേക്ക് പോയി നമുക്ക് നോക്കാം, അത്ര വൃത്തികേടായിരുന്നു. ഇന്ന് പോയാൽ മെട്രോ ഒരു ഫോറിൻ സിറ്റി പോലെ കാണുന്നു. അപ്പൊ ഒരുപാട് ഇത് അവിടെ മാത്രമല്ല, മൊത്തം ഇന്ത്യയിൽ ഈ മാറ്റം വരാൻ 5 ലക്ഷം കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുന്ന രാജ്യം. ആ സമയത്ത് വിലക്കയറ്റം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടോ? ഒരു 5 ലക്ഷം രൂപ ഇൻകം 2030 അല്ലെങ്കിൽ 2028 ഒരു 5 ലക്ഷം രൂപ നിങ്ങൾക്ക് മന്ത്ലി ഇൻകം ഉണ്ടാക്കാൻ കഴിയും എന്തെങ്കിലും പ്രോജക്റ്റ്, വിശ്വസനീയമായ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അതേസമയം നിങ്ങൾ ഇവിടെ നോക്കൂ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് പാഴാക്കി കളയുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് നിരവധി കുടുംബങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് വിന്നിംഗ് ടീം എന്നൊരു ഓർഗനൈസേഷൻ നമുക്ക് കൾച്ചർ തരുന്ന, നമുക്ക് എഡ്യൂക്കേഷൻ തരുന്ന, നമുക്ക് വിദ്യാഭ്യാസം തരുന്ന, ഇന്ന് ക്യാബ് ഡ്രൈവർ 12-13 ലക്ഷം രൂപ വാങ്ങുന്ന സലിം, പോലീസ് കോൺസ്റ്റബിൾ 30 ലക്ഷം വാങ്ങുന്ന പോലീസ് കോൺസ്റ്റബിൾ പുരുഷോത്തം ദാസു, അവരൊക്കെ നയിക്കുന്ന നിരവധി ആൾക്കാർ കോളേജിൽ പ്രൊഫസേഴ്സ് ഉണ്ട്, IPS ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ ആദ്യം മനസ്സിലാക്കാൻ, നമ്മൾക്ക് ഈ അവസരം മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്നെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. എത്ര ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നില്ല, എത്ര ആൾക്കാർക്ക് ഇതിനെ സ്വീകരിക്കുന്നില്ല, അവർക്ക് ദൈവം ആ ബുദ്ധി കൊടുക്കുന്നില്ല. അപ്പൊ ഡിറക്ട് സെല്ലിംഗ് നമുക്ക് ആ ബുദ്ധി ദൈവം തന്നു. അപ്പൊ നമ്മളെ ഡ്രീം നേടാനും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഭീമ പറഞ്ഞ പോലെ കുറച്ച് സാക്രിഫൈസ്. എനിക്കറിയാം സജനിയൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം സിംഗപ്പൂരിൽ ഇരുന്നുകൊണ്ട് ഒരു ഇന്ത്യൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ആലോചിച്ച് നോക്കിയേ, എത്ര എന്നിട്ട് പുള്ളിക്കാരി ഗോൾഡ് കോളേജ് അച്ഛനെ ക്വാളിഫൈ ചെയ്യിച്ചു. അപ്പൊ പുള്ളിക്കാരുടെ അച്ഛനൊരു വരുമാനം ഉണ്ടാവാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർക്കാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്, അവർക്ക് മനസ്സിലാകുമെങ്കിൽ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ പറഞ്ഞൊരു സിസ്റ്റം നമുക്ക് ഇതൊന്നുമില്ല. 9 വരുമാനങ്ങൾ വാങ്ങാൻ നിങ്ങൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറായി ആയാൽ മതി. അപ്പൊ അവിടെ നമ്മൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ലോകത്ത് വലിയ കാര്യങ്ങൾ ഒരു മേഖലയിലും നേടാൻ പറ്റില്ല. കംഫർട്ട് സോണിൽ ഇരുന്നുണ്ട്. അപ്പൊ നമ്മളെ കംഫർട്ട് ഒന്ന് ബ്രേക്ക് ചെയ്യണം. ഞാൻ ഈ ബിസിനസ് കണ്ട ഒരു ന്യൂനത എന്ന് വേണമെങ്കിൽ പറയാം, ഇത് കംഫർട്ട് ഇരുന്നുകൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മനോജ് പറയാനോട് ചോദിച്ചു നോക്കൂ. ഞാൻ ചില സമയത്ത് മനോജ് തൃശ്ശൂരിൽ നിന്ന് തലശ്ശേരി വരെ ബൈക്കിൽ വരും. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ബൈക്കിൽ വരുന്നേ വർക്ക് ചെയ്യാൻ വേണ്ടി 2 കാർ വീട്ടിൽ കിടപ്പുണ്ട്. വൈ? ഹി എൻജോയ്സ് ദാറ്റ്. ഈ ബിസിനസ് എൻജോയ് ചെയ്യാനും ഗ്രാമങ്ങളിൽ പോകാനും അവിടെ പോകാനും നമ്മൾ ഇന്ന് വരെ കാണാത്ത ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കാനും നമുക്ക് കിട്ടിയ സുവർണ അവസരം. അവിടെ എന്ത് ചെയ്യണം? കുറച്ച് കംഫർട്ട് പറയാൻ. ഞാൻ ഈ ബിസിനസിന്റെ ഓരോ നിമിഷവും എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാൻ കഴിഞ്ഞ നമ്മൾ ഫോറിൻ ട്രിപ്പിൽ പോയി പറഞ്ഞു, നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഓടി നടന്നൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ എത്രയോ ഇരട്ടിയാണ് വെസ്റ്റേജ് നമുക്ക് തരുന്ന ഒരു ഫോറിൻ ട്രിപ്പിൽ. നിങ്ങൾ മനോജിനോട് ചോദിച്ചു 8 രാത്രികൾ ലണ്ടനിലും. ആരാ പോകുന്നത്? ഏത് ബിസിനസ്സാണ് ലണ്ടനിൽ പോകുന്നത്? ഈ കമ്പനി തരുന്ന ഫണ്ടുണ്ട്. ലണ്ടൻ, നമ്മൾ പോയ സ്കോട്ട്ലൻഡ്, എഡിൻബർഗ്. എന്റെ പല ഫ്രണ്ട്സ് പറയും, എഡിൻബർഗ് പാലസ് കണ്ടോ? ഞാൻ പറഞ്ഞു യെസ്. ചിലർക്ക് വിശ്വസിച്ച്, എന്റെ കൂട്ടുകാർക്ക് വലിയ ഡോക്ടർ, അവർക്കൊന്നും ഫ്രീ പോലും കിട്ടുന്ന ഇത്രയും ദിവസം. അപ്പൊ ആദ്യം ഫ്രീഡം, അബ്സല്യൂട്ട് ഫ്രീഡം, ഫൈനാൻഷ്യൽ ഫ്രീഡം, മെന്റൽ ഫ്രീഡം, സന്തോഷം, ആരോഗ്യം, നിരവധി സുഹൃത്തുക്കൾ. അത് നമുക്ക് തരുന്ന ആത്മാഭിമാനം, അത് നമുക്ക് തരുന്ന സന്തോഷം, മറ്റുള്ളവർക്ക് വരുമാനം കിട്ടുമ്പോൾ നമുക്ക് ആഹ്ലാദിക്കുന്ന, അതിനുവേണ്ടി നമ്മൾ കുറച്ച് കംഫർട്ട് സോൺ ബ്രേക്കേണ്ടി വരും. ആ കംഫർട്ട് സോൺ ബ്രേക്ക് എന്ന സിസ്റ്റം ഫോളോ ചെയ്യേണ്ടി വരും, കുറച്ച് സാക്രിഫൈസുകൾ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ എപ്പോഴാണ് നോക്കൂ, നിങ്ങൾ രാഷ്ട്രീയത്തെ നമ്മൾ കാണാറില്ലേ? അവർക്ക് എന്തുമാത്രം നമ്മുടെ തന്നെ അറിയാം, പല ലീഡർമാരും ഒക്കെ ഈ കനാടക സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടില്ലേ? കംഫർട്ട് ഇരുന്നുകൊണ്ടാണ് അവർ വർക്ക് ചെയ്തത്? ഒരിക്കലും അല്ല. ആ ഡിസ്കംഫർട്ടിൽ വർക്ക് ചെയ്ത സമയത്താണ് പിൽക്കാലത്ത് അവർ ചീഫ് മിനിസ്റ്ററും വലിയ പേഴ്സൺ അച്ചീവ് ചെയ്യുന്നത്. നമുക്ക് ചായ വിറ്റ് നടന്ന ആളല്ലേ നമ്മുടെ ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ. അപ്പൊ ആദ്യം അതെന്താ? ഡ്രീം. അത് തരുന്ന എനർജി, അത് തരുന്ന പവർ, അത് മറ്റുള്ളവരെ സഹായിക്കാനാണെങ്കിലോ. ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടിംഗ് ഉണ്ട്, അത് പറയുന്നത് നെൽസൺ മണ്ടേലയാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് വ്യക്തികൾക്കും സമൂഹത്തിനും നന്മയുണ്ടാകുമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് മഹനീയമായ പ്രവൃത്തിയാണ്. ഒന്നും കൂടെ പറയാം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് വ്യക്തികൾക്കും സമൂഹത്തിനും നന്മയുണ്ടാകുമെങ്കിൽ അത് മഹനീയമായ പ്രവൃത്തിയാണ്. എന്തെല്ലാം വൃത്തികെട്ട ബിസിനസ് ഉണ്ട്. ഗവൺമെന്റിന് പോലും റവന്യൂ ഉണ്ടാക്കുന്നത് മദ്യം വിളമ്പിയിട്ടല്ലേ? അപ്പൊ ഇവിടെയോ
ആരോഗ്യം കൊടുത്തുകൊണ്ട്, സൗന്ദര്യം കൊടുത്തുകൊണ്ട്, കർഷകർക്ക് ആശ്വാസം കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഇന്ന് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഡയറക്ട് സെല്ലിംഗ് ഇന്ന് 8.5 ലക്ഷം കോടിയാണ് വേൾഡിൽ. വേൾഡ് ഡയറക്ട് സെല്ലിംഗ് ഫെഡറേഷൻ ആഗ്രഹിക്കുന്നത് 10 ലക്ഷം കോടിയാക്കാനാണ്. 1-2 വർഷം 10 ലക്ഷം കോടി ടേൺ ഓവർ. ആ ഇൻഡസ്ട്രിയിലാണ് സുഹൃത്തെ നിങ്ങളുള്ളത്. ഇത്രയും വലിയ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്കൈ ഇസ് ദ ലിമിറ്റ്. അതിന് നമ്മൾ നമ്മൾ ദിവസം 5 പേരുടെ ഇതിനെ കുറിച്ച് സംസാരിക്കണം. ഞാൻ നിങ്ങളുടെ ലീഡർ ഷാജിയെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ഹീസ് സോ ബിസി ഇൻ മീറ്റിംഗ് ന്യൂ പീപ്പിൾ, ഷോയിങ് ദ പ്ലാൻ. അതുകൊണ്ടാണ് ഷാജിക്ക് ഇത്രയും വലിയ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റിയത്. എന്തൊക്കെ ചലഞ്ച് ആ മനുഷ്യൻ ഫേസ് ചെയ്തു. UAE ഇരുന്നു കൊണ്ട്, അവിടെ ഇരുന്നു കൊണ്ട് എല്ലാ മീറ്റിങ്ങിനും ഷാജി ഇസ് ദെയർ. എനിക്ക് മനോജിന് വ്യക്തമായിട്ട് അറിയാം ഷാജി ഇട്ട എഫർട്ട്. അതുകൊണ്ട് ഇന്ന് ഒത്തിരി ആൾക്കാർക്ക്, ഒത്തിരി കുടുംബങ്ങളിലേക്ക് വരുമാനം കിട്ടുന്നു. ഫ്രണ്ട്സ്, അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി, ഓണർഷിപ്പ് ഏറ്റെടുക്കണം. നമ്മൾ വിശ്വസിച്ച് വന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ ആ ഓണർഷിപ്പ് ഏറ്റെടുക്കണം. എനിക്ക് ഇപ്പോഴും ഉണ്ട്, മനോജ് ഒരിക്കൽ എൻ്റെ അടുത്ത് ഷാർജയിൽ വരുമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ റെഡി. 10 ദിവസം അങ്ങനെയാണ് മനോജിന്റെ ക്രൗൺഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഞാൻ എനിക്ക് ഇപ്പോഴും ഷാർജ എയർപോർട്ടിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ മീറ്റിംഗ് അവിടെ മനോജ് ഞെട്ടിപ്പോയി. ഞാൻ ഷാർജ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിൽ പോലും പോയത് നേരെ പോയതൊരു മീറ്റിംഗിനാണ്. കാരണം മീറ്റിംഗ് ആണ് ഈ ബിസിനസ്സിലെ എല്ലാം. അത് നിങ്ങൾ എത്ര പേരത്ത് മീറ്റ് ചെയ്യുന്നു, അവരെ ഗ്രീറ്റ് ചെയ്യുന്നു, അവർക്ക് ഈ പ്ലാൻ കാണിക്കുന്നു. രണ്ടാമത് നിങ്ങൾ വീക്ക്ലി മീറ്റിംഗ്, എവരിഡേ മീറ്റിംഗ്, പ്ലാൻ കാണിക്കൂ. ഈ പ്ലാനിന് എന്തോ പവർ ഉണ്ട്. ഈ പ്ലാൻ ഞാൻ പറഞ്ഞ അതൊരു പ്രോജക്റ്റ് ആണ്. ഈ 9 വരുമാനങ്ങളുള്ള ഈ ബിസിനസ് പ്ലാൻ അതൊരു പ്രോജക്റ്റ് ആയിട്ട് ഒരു വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുക. ഏതൊരാളിനും ഇതിൽ ക്രൗൺ എന്ന ഒരു ലെവലെത്തിയാൽ നമുക്ക് 8 വരുമാനങ്ങളായി. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് UCD ആയാൽ മാത്രമാണ് 9ാമത്തെ വരുമാനം കിട്ടുന്നത്. അതല്ലേ ഉള്ളൂ. ആലോചിച്ചു, 6ാം ക്ലാസ്സുകാരി 6 ലക്ഷം രൂപ DUCD ആയിരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സൊറ്റ കാര്യമുള്ളൂ. ഇന്നലെ ഞാൻ ഈ അവാർഡ് പറഞ്ഞ ഭയങ്കര സന്തോഷമായിരുന്നു. മലപ്പുറം ജില്ലയിൽ നിന്നും, കോഴിക്കോട് നിന്നും, മലബാറിൽ നിന്നും എല്ലാ സ്ഥലത്തും ആൾക്കാർ ഒന്ന് ക്യൂ നിൽക്കുകയാണ്. ഒരു ബ്രോൺസ് പിന്ന് മേടിക്കാൻ വേണ്ടി അവർ ക്യൂ നിൽക്കുകയാണ് 1 മണിക്കൂറൊക്കെ. സിൽവർ പിൻ മേടിക്കാൻ വേണ്ടി 2-3 ക്യൂവിൽ നിൽക്കുകയാണ് ആൾക്കാർ. ഇവരൊക്കെ അച്ചീവേഴ്സ് ആണ്. അവർ സ്റ്റേജിൽ കയറാനാണ് ക്യൂ നിൽക്കുന്നത്, രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ. അപ്പൊ നമ്മൾ ആലോചിച്ച സുഹൃത്തുക്കളെ, അപ്പൊ ഈ ബിസിനസ് ഒരു റെവല്യൂഷൻ ആണ്, ഇതൊരു വിപ്ലവമാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡം ആൾക്കാർക്ക് നേടിക്കൊടുക്കാൻ, ആരോഗ്യം നേടിക്കൊടുക്കാൻ. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, നമ്മൾ ഓണർഷിപ്പ് ഏറ്റെടുക്കണം. ദിവസം ഒരു 5 പേരുടെ ആൾക്കാർ. ഞാൻ DUCD ആയതിനു ശേഷം ഈ ബിസിനസ് പറഞ്ഞ നോ കേട്ടിട്ടുണ്ട്. ഞാൻ അപ്പൊ തന്നെ ഷേക്കൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, എന്നെങ്കിലും നിങ്ങൾക്ക് ഈ ബിസിനസ് ആവശ്യമെന്ന് തോന്നിയാൽ കോൾ മീ. ഞാൻ DUCD ആണ് എൻ്റെ അടുത്ത് നോ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. കാരണം ഒരു ആവശ്യക്കാരൻ മാത്രമേ പറയും. അപ്പൊ നമ്മുടെ ജോലി എന്താ? മീറ്റ് മോർ പീപ്പിൾ. എൻ്റെ ചോദിച്ചാൽ ഞാൻ പറയും, see more people, show more plan. See more people, show more plan and change the lives of people through this business. അത്രയും ചെയ്യാമെങ്കിൽ ഫ്രണ്ട്സ്, സ്കൈ ഇസ് ദ ലിമിറ്റ്. 2026 വെസ്റ്റ് ഇന്ത്യയുടെ വലിയ വർഷമാണ്. 2026 ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന വർഷമാണ്. മാർച്ചിൽ അടുത്ത തായ്ലൻഡ് ഫോറിൻ ട്രിപ്പ് വരുന്നു. ഇനി 2 ട്രിപ്പ് കൂടെ വരും. ഒരു വർഷം നിങ്ങൾക്ക് 3 രാജ്യങ്ങൾ സന്ദർശിക്കാം, അല്ലെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് മേടിക്കാം. അപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ബിസിനസ് ചെയ്യേണ്ടത്, നോക്കൂ, എന്തിനേ നിങ്ങളൊരു ലീഡർ ആവണം. നിങ്ങളൊരു ലീഡർ ആയാലേ ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലെഗസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമ്മുടെ വരും തലമുറയ്ക്ക് വരുമാനം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ആലോചിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ആ വീട്ടമ്മയായ ദീപാലി പെട്രോവാല, 46 ലക്ഷം രൂപ വരുമാനം. അവരുടെ ഹസ്ബൻഡ് ചാർട്ടേഡ് അക്കൗണ്ടാണ്, അവർ വീട്ടമ്മയാണ്. ഈ 46 ലക്ഷം അടുത്ത തലമുറയ്ക്കും, 2 മക്കളുണ്ടെങ്കിൽ അവർക്ക് വില്ല് ചെയ്യാം, 3 വില്ല് ചെയ്യാം. നമ്മുടെ അപ്ലൈനായ ഭരതേട്ടൻ 2 ട്വിൻസ് കുട്ടികളുണ്ട്, സുധീഷും ഉണ്ട്. ഭരതേട്ടൻ എനിക്കപ്പോ 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. 3 പേർക്കാണ്. 50% സുധീഷിനാണ്. എന്നിട്ട് സുധീഷ് ബിസിനസ് ബിൽഡ് ചെയ്യണം. മറ്റ് 2 മക്കൾക്കും അതിന്റെ ഓരോ ഷെയർ കിട്ടും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം നേടിക്കൊടുക്കാൻ, ജീവിതകാലം മുഴുവനും വരുമാനം കിട്ടാൻ, ഒരു ബുക്ക് എഴുതുന്ന വ്യക്തിക്ക് റോയൽറ്റി കിട്ടുന്നത് പോലെ അത്രയും വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിരിക്കുന്ന സുഹൃത്തുക്കളെ, അത് അമൂല്യമാണ്. അതിനെ വിനിയോഗിക്കുക. വിന്യന്റെയും പറഞ്ഞ സിസ്റ്റം നമുക്കറിയാം. FRU വരാൻ പോണം മാർച്ചിൽ. അവിടെ വന്നെന്തിനാണ്? വെസ്റ്റ് നമുക്ക് പ്രോഡക്റ്റ് തരും, പൈസ എല്ലാം തരും. പക്ഷെ നമ്മുടെ വിന്യന്റി നമുക്ക് എന്താ കൾച്ചർ, എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ പെരുമാറണം, കൾച്ചർ, എഡ്യൂക്കേഷൻ സിസ്റ്റം. അത് നമ്മളെ ജീവിതകാലം മുഴുവൻ നല്ലൊരു മനുഷ്യനാവാൻ, നല്ലൊരു അച്ഛനാവാൻ, നല്ലൊരു അമ്മയാവാൻ, നല്ലൊരു മകനാവാൻ, നല്ലൊരു മകളാവാൻ നിങ്ങൾക്ക് തരുന്ന എഡ്യൂക്കേഷൻ എന്താണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കുക, ബിനിയൻ ടീമും നമുക്ക് വെസ്റ്റ് ടീം തരുന്ന ആ കൾച്ചറും ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മാക്സിമം ആൾക്കാർ, കുറെ ആൾക്കാർ റിജക്ട് ചെയ്യും. നോക്കൂ, ഇന്നും 3.5-4 കോടി ആൾക്കാരെ വന്നിട്ടുള്ളൂ ഇന്ത്യയുടെ 144 കോടി പോപ്പുലേഷനിൽ.
എത്ര ശതമാനമാണ്? മിയർലി 2%. ആ 2% ആൾക്കാർ ഈ ബിസിനസ് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോഴത്തേക്കും വെസ്റ്റ് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായി, ലോകത്തെ 38ാമത്തെ കമ്പനിയായി. അപ്പൊ ഇന്ത്യയുടെ ഞാൻ മറ്റു രാജ്യങ്ങൾ ഞാൻ പറയുന്നില്ല, ഇപ്പൊ UAE-യിലുണ്ട്. അപ്പൊ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 5% വന്നാലോ, 5% എത്തുന്നതിന് മുമ്പ് തന്നെ വെസ്റ്റ് 1 ബില്യൺ ആവും സുഹൃത്തെ. അത് 2030 എപ്പോൾ വേണം സംഭവിക്കും. അപ്പൊ നിങ്ങളുടെ നെറ്റ്വർക്ക് എന്താണ്? നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്പർ, എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിങ്ങളെ കൂടെ ഉണ്ട്. അതിനാണ് സീ മോർ പീപ്പിൾ ഷോ മോർ പ്ലാൻ. രണ്ടാമത് പ്രൊഡക്ടിവിറ്റി. നമുക്കറിയാം 100 PV കൺസിസ്റ്റൻസി. അത് 3-4 ചെയ്യുന്നവരുണ്ട്. 100 PV കൺസിസ്റ്റൻസി. വിന്നിൻ ടീം പറഞ്ഞത് 160 PV ആണ് മന്ത്ലി. എത്ര രൂപയുടെ ബിസിനസ് 160 PV എന്ന് പറഞ്ഞാൽ? 4000 രൂപയുടെ ബിസിനസ്, അല്ലെങ്കിൽ 5000 രൂപയുടെ ബിസിനസ്. നിങ്ങൾ 300 PV ചെയ്താൽ 10000 രൂപയുടെ ബിസിനസ്. ആ 10000 രൂപയുടെ ബിസിനസ് ഒന്നുമില്ല. ഞാൻ എല്ലാ മാസം കൊടുക്കുന്ന 2 പ്രോഡക്റ്റ് ഉണ്ട്. ഒന്ന് നമുക്കറിയാം കോയിൻസ് MQ10. എനിക്ക് അന്ന് കസ്റ്റമേഴ്സ് ഉണ്ട്. കുറച്ചൊക്കെ എൻ്റെ 1-2 ഫ്രണ്ട്സ് ആണ്. കൊട്ടിയില്ലെങ്കിൽ വഴക്കുണ്ടാക്കും. അൾട്രാ വാഷ് ഞാൻ കൊടുക്കുന്നതിന്റെ 10-11 സുഹൃത്തുക്കളുണ്ട്. അവര് എൻ്റെ ഒരു കൂട്ടം അവന്റെ സ്മെല്ല് ഒരു ഭയങ്കര ഇഷ്ടം. അവൻ പറഞ്ഞു, എടേ എനിക്ക് തുണി കിട്ടാൻ പറ്റാതാവും, നീ ആ പ്രോഡക്റ്റ് കൊണ്ടുതാ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്. അതുപോലെ ചില പ്രോഡക്റ്റ് ഞാൻ കൊടുക്കുന്ന നോനി, ഞാൻ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. എല്ലാർജിൻ, നമ്മളിപ്പോ മരിച്ചുപോയ ശ്രീനിവാസൻ സാർ വേറൊരു കമ്പനി നടത്താൻ എല്ലാർജിൻ കഴിച്ചുകൊണ്ടിരുന്നത്. ആലോചിച്ച് നോക്കിയേ. അപ്പൊ എന്തൊക്കെ നല്ല നല്ല പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുള്ള. അപ്പൊ ആ പ്രോഡക്റ്റിനെ കുറിച്ചും ഈ ബിസിനസിനെ കുറിച്ചും നിങ്ങൾ ആ കൊണ്ട് സംസാരിച്ച അർത്ഥം നിങ്ങൾ സെൽഫിഷ് ആയതുകൊണ്ടാണ്. വേറൊരാൾ വിജയിക്കാനോ വേറൊരാൾ സ്വപ്നം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ സെൽഫിഷ്നെസ് മാറ്റി ഓണർഷിപ്പ് ഏറ്റെടുക്കുക. നിങ്ങളുടെ ടീം, നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ ടീമാണ് നിങ്ങളുടെ ഡ്രീം നേടിത്തരുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? നമ്മൾ ഓണർഷിപ്പ് ഏറ്റെടുക്കണം. നമ്മുടെ ടീമിൽ ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവണം. സത്യസന്ധത മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് എത്ര പേരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക, അത്രയും കൂടുതൽ വരുമാനം നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കാൻ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഷാജിയോട് പറഞ്ഞു, ഷാജി നമുക്ക് ഒരുപാട് അച്ചീവേഴ്സ് ഉണ്ടായി, പുതിയ ക്രൗൺസ് ഉണ്ടായി, പുതിയ ഡയറക്ടേഴ്സ് ഉണ്ടായി, നമുക്ക് പുതിയ ഗോൾഡ് ഉണ്ടായി. അപ്പൊ അവരെല്ലാം വെച്ചാൽ അച്ചീവേഴ്സ് മേടിച്ചാൽ ഞാൻ ഇന്ന് മുഴുവൻ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു. കാരണം ഐ വാണ്ട് ടു സീ ദ ന്യൂ പീപ്പിൾ വിന്നിങ്. ഐ വാണ്ട് ടു സീ സോ മെനി പീപ്പിൾ ചേഞ്ചിങ് ദെയർ ലൈഫ്സ് ത്രൂ ദിസ് ബിസിനസ്. ഈ ബിസിനസ്സിലുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവിതങ്ങൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏതൊരു ലേഡിക്ക് 13,000 രൂപ കിട്ടിയപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് അവരുടെ സന്തോഷം കാണുമായിരുന്നു. ഒരു പക്ഷെ അവർക്ക് കിട്ടിയ 13,000 രൂപ എനിക്ക് കിട്ടുന്ന ഒരു 7-8 ലക്ഷം കിട്ടുന്നതിനേക്കാൾ എനിക്ക് അവർക്ക് കിട്ടുന്ന ആ 13,000 രൂപ കിട്ടുക. ഞാൻ അവരുടെ വീട്ടിൽ ഹോം മെയിൻറ്റെയിൻ ചെയ്യാൻ പോയിരുന്നു. നെയ്യാറ്റിൻകര വ്ളാത്താങ്കര സ്ഥലത്തേപ്പോ ഞാൻ കരഞ്ഞു പോയ സീനാണ്. ആ വീട്ടിൽ പോയ സമയത്ത് അവിടെ കസേരകളൊന്നുമില്ല. ആ ലേഡി അപ്പുറത്തെ വീട്ടിൽ പോയി 2 ബെഞ്ച് എടുത്തോണ്ട് വന്നു. ആ വീടിന് ഡോറില്ല, ഓല കൊണ്ട് കെട്ടിയ ഒരു കൂര. അംഗൻവാടിയുടെ ടീച്ചറാണ് ആ ലേഡി. എന്നിട്ട് അവിടെ മീറ്റിംഗ്, ആ കുഞ്ഞ് ബെഞ്ച്, കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ആ ബെഞ്ചിൽ ഞാൻ ആ ബെഞ്ചിലിരുന്ന് 6-7 പേർക്ക് ഈ ബിസിനസ് പ്ലാൻ ഷെയർ ചെയ്തു. അന്ന് എനിക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ, അന്ന് എനിക്ക് കിട്ടിയത് ഒരുപാട് ആൾക്കാരുടെ ജീവിതം മാറ്റാൻ പറ്റും. പിൽക്കാലത്ത് അവർ ബ്രോൺസായി. അപ്പോഴാണ് അത്രയും വരുമാനം കിട്ടി. ആ ലേഡിയോട് ചോദിച്ചു, സാറ് എൻ്റെ കയ്യിൽ കിട്ടുന്ന 8,000 രൂപയാണ്, അതുകൊണ്ട് എനിക്ക് 2 കുട്ടികളെ ഫുഡ് കൊടുക്കണം, പഠിപ്പിക്കണം. ഞാൻ ധരിച്ച് അവർ വരുന്നതൊക്കെ നല്ല ഡ്രസ്സൊക്കെ അവിടെ. പക്ഷെ അവരുടെ വീട് കണ്ടപ്പോഴാണ് ഞാൻ സങ്കടം വന്നത്. ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നു ആ ലേഡി ചിലപ്പോൾ കാർ ഫണ്ട് അയച്ചത് കാർ മേടിക്കും. ആ ലേഡി ചിലപ്പോൾ ആ കുടിലിന്റെ സ്ഥാനത്ത് ഒരു വീട് വെക്കും. ഇന്ന് നമ്മുടെ ഈ ആയിഷാത്ത് വെച്ച വീട് പോലെ 2 കോടിയുടെ വീട് വെച്ചു. ആലോചിച്ച 6ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള വീട്ടമ്മ. അപ്പൊ നമ്മുടെ എന്ത് സ്വപ്നവും, നിങ്ങൾ എത്ര വലിയ സ്വപ്നം കണ്ടാലും അത് നേടിത്തരാൻ ശക്തിയുള്ള ഒരു കമ്പനി, അത് നേടിത്തരാൻ ശക്തിയുള്ള സിസ്റ്റം, അത് നേടിത്തരാൻ ശക്തിയുള്ള ലീഡേഴ്സ് ഉള്ള ഓർഗനൈസേഷൻ നിങ്ങൾ വന്ന് പോയിട്ടിരിക്കുന്നത്. ഞാൻ ഈ ബിസിനസിന്റെ 100% ഞാൻ എൻ്റെ വൈഫിൽ ഇനിയും എൻജോയ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഓരോ നിമിഷവും, ഈ നിമിഷം പോലും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, 2026 നമ്മുടെ വർഷങ്ങളാക്കി മാറ്റാം. ഒരുപാട് ആൾക്കാരുടെ ജീവിതം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഒരുപാട് ആൾക്കാർക്ക് ആരോഗ്യം, സമ്പത്ത്, വരുമാനം നേടിക്കൊടുക്കാൻ പറ്റും. വ്യക്തിത്വം, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനുള്ളതായിത്തീരട്ടെ ഈ ബിസിനസ്. 2020 മനോഹരമായ വർഷമാക്കി മാറ്റുക. കേരളത്തിൽ നടക്കുന്ന FRU എന്ന ഫംഗ്ഷൻ, കേരളത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ 9 വർഷമായിട്ട് ഞാനും ഭരതേട്ടനും സുധീഷൊക്കെ ശ്രമിക്കുന്നതാണ് ഒരു FRU കേരളത്തിൽ കൊണ്ടുവരാൻ. ഇത് ആദ്യമായിട്ട് 9 വർഷത്തിന് ശേഷം നമുക്ക് മാർച്ച് അവസാനം 28, 29, 30 തീയതിയിൽ മാർച്ചിൽ കേരളത്തിൽ നടക്കാൻ പോവാണ്. ഇതൊരു വലിയ മാറ്റം ഉണ്ടാക്കും. ആ മാറ്റത്തിന്റെ പ്രതിധ്വനി എത്ര കുടുംബങ്ങളിലേക്ക് ഇത് എത്തിക്കാമെന്ന് നമ്മളിപ്പോൾ ചിന്തിച്ചു. അതിന് മാക്സിമം പങ്കെടുക്കുക, അതിന് മാക്സിമം നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും
വിജയവും സമ്പത്തും ആയുരാരോഗ്യവും എല്ലാം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു വെൽ. താങ്ക് യു. ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻ ഓൾ അച്ചീവേഴ്സ് ആൻഡ് ആൾസോ കൺഗ്രാജുലേഷൻ ടു ഷാജി മിത്തൽ ആൻഡ് മനോജ് പറയിൽ ഫോർ അറേഞ്ചിങ് ദിസ് വണ്ടർഫുൾ ഓൺലൈൻ അച്ചീവേഴ്സ് മീറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു. വിഷ് യു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം സാറേ, ഇത്രയും 1 മണിക്കൂറോളം നമ്മളോടൊപ്പം വീഡിയോ ഓണാക്കി ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തതിൽ സാറിൻ്റെ ഈ വരവ് നമുക്കും എല്ലാവർക്കും ഒരു ഊർജ്ജം പകർന്നിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് സാർ. നമ്മളെ ഈ ഒരു മാസം തീർന്നില്ല, ഒരു 3 ദിവസം ബാക്കിയുണ്ട്. ഇനിയും നമ്മളെ അച്ചീവേഴ്സ് വരുന്നുണ്ട്, ബാക്കിയുണ്ട്. ഈ മാസത്തെ അച്ചീവേഴ്സ് ബാക്കിയാണ്. അടുത്ത മാസവും നമ്മൾ ഇതേപോലെ വലിയൊരു പിൻ ലെവൽ അച്ചീവ് ചെയ്ത് സാറിന് 2 അപ്ലയൻസിന് നമ്മൾ ഒന്നും കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതേപോലുള്ള ഹയർ പിന്നുകൾ നമ്മൾ എല്ലാ മാസവും കണ്ടിന്യൂ അച്ചീവ് ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ. അല്ലേ, എല്ലാവരും റെഡിയല്ലേ? നമുക്ക് സാറുമാരെ ഇനിയും അടുത്ത മാസം വിളിക്കണ്ടേ ഹയർ പിന്നിലോട്ട്? അപ്പോൾ എല്ലാ മാസവും നമ്മൾക്ക് ഇതേപോലെ അച്ചീവേഴ്സ് മീറ്റ് ഉണ്ടാവും. അതും നല്ല നല്ല പിന്നുകൾ സീരിയസ് ആയിട്ട് എല്ലാവരും സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുക. നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റിയ കമ്പനി, വിജയിക്കാൻ പറ്റിയൊരു ടീമാണ്. അതുകൊണ്ട് എല്ലാ ഫംഗ്ഷനുകളും എല്ലാ മീറ്റിങ്ങുകളും ഓൺലൈൻ ആയിക്കോട്ടെ ഫിസിക്കലായിട്ട് എല്ലാവരും പങ്കെടുക്കണം. ഇനി വരാൻ പോകുന്ന FREയിൽ മാക്സിമം ആൾക്കാർ, കേരളത്തിലെ ആദ്യത്തെ FREയിൽ പങ്കെടുക്കാൻ ഇന്ന് വരെ തീരുമാനം എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് തീരുമാനം എടുക്കുക. എത്രയും പെട്ടെന്ന് അതിൽ പോകാൻ തയ്യാറായി നിൽക്കുക. ഇന്നത്തെ ദിവസം വളരെ സന്തോഷവും എനർജറ്റിക്കായ ദിവസമാണ്. എല്ലാവരോടും ഇന്ന് പങ്കെടുത്ത എല്ലാ അച്ചീവേഴ്സിനും, അതുപോലെ ഇന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് അച്ചീവേഴ്സ് ഉണ്ട്. 8%, 12% ആയ ബ്രോൺ സ്ട്രൈക്കറായ ഇനിയും ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒന്നുകൂടെ കൺഗ്രാജുലേഷൻ ചെയ്യാണ്. നമ്മളോടൊപ്പം പങ്കെടുത്ത 2 അപ്ലയൻസോടും മനോജ് സാറിനോടും ജ്യോതിഷ് സാറിനോടും ഒന്നുകൂടി നന്ദി പറയുന്നു. നമ്മുടെ ടീമിൻ്റെ ഭാഗമായിട്ട്. താങ്ക് യു വെരി മച്ച്. വിഷ് യു വെൽ ആൻഡ് ഗുഡ് നൈറ്റ്.